ഈ സുപ്രധാനമായ ചർച്ച നാം ആരംഭിക്കുകയാണ്. ഖലീഫ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ വിഷയം കേരളക്കരയിൽ സമകാലികമായി ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമാണെങ്കിലും നാം അത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയാനോ അതുമായുള്ള തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനോ വേണ്ടിയല്ല ഈ തലക്കെട്ടിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പകരം അജ്ഞാതമായ കാരണങ്ങളാൽ അറിവില്ലാത്തതിൻ്റെ പേരിലും മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ലോകത്തുടനീളമുള്ള മനുഷ്യർക്ക് ഏകോദര സഹോദരങ്ങളായി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലളിതമായ ശ്രമവുമാണ് ഇത്തരം പ്രോഗ്രാമുകൾക്ക് പുറകിലുള്ളത് എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഞാനൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എൻ്റെ സദസ്സിലേക്ക് ഇട്ട് തന്നാൽ സദസ്സ് എന്തു മറുപടി പറയും? ആർക്കെങ്കിലും പറയാം, പ്രപഞ്ചനാഥൻ. ഇസ്ലാമിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന ചോദ്യം ബഹുസമൂഹത്തിലേക്ക് നാം ചോദിക്കുകയാണെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് സമാനതകളില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളിലേക്ക് ചോദ്യമായി ഉന്നയിക്കുകയാണെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കാൻ സാധിക്കുക അത് മുഹമ്മദ് പ്രവാചകനാണ് എന്നാണ്. മുഹമ്മദ് പ്രവാചകനാണ് ഇസ്ലാമിൻ്റെ സ്ഥാപകൻ എന്നതല്ലാത്ത മറ്റൊരു പഠനവും ജനറലായി നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോ അതങ്ങനെ തന്നെ അല്ലേ എന്ന് പലപ്പോഴും പല വേദികളിൽ നിന്നും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം അങ്ങനെ കടന്നു വരാനുള്ള സുപ്രധാനമായ കാരണം ഇസ്ലാം എന്താണ് എന്ന അറിവിലുണ്ടായിരിക്കുന്ന ചില വിടവുകളാണ്. ഇസ്ലാം അതെന്താണെന്ന് ഞാൻ ഇതുപോലെ ചോദിച്ചാൽ അതിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് മറുപടികളിൽ ഭൂരിഭാഗവും പറയാൻ സാധ്യതയുള്ള മറുപടി അതൊരു മതമാണ് എന്നാണ്. ചിലപ്പോൾ അതിന് കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അതൊരു സത്യമതമാണ്, പ്രകൃതി മതമാണ് എന്നൊക്കെ ചിലപ്പോൾ ചില സവിശേഷതകൾ ചേർത്ത് പറയുകയും ചെയ്യും. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അർപ്പിക്കുക എന്നാണ്. ആർക്കർപ്പിക്കുക എന്ന് ചോദിച്ചാൽ നാം വിവിധ പേരുകളിൽ പല ഭാഷകളിൽ വിവിധ പേരുകളിൽ വിളിക്കുന്ന സ്രഷ്ടാവായ പ്രപഞ്ചനാഥന് വഴിപ്പെടുക എന്നാണ്. ഇതൊരു അറബി പദമാണ്. അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ അത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അറബി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അറബി മാതൃഭാഷയോ വ്യവഹാര ഭാഷയോ ആയി ഉപയോഗിക്കുന്നില്ലാത്ത ആളുകൾക്ക് അത് എന്തോ ഒന്നിനെ പ്രത്യേകം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദമാണ് എന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിന് അർപ്പിക്കുക എന്നാണ് പേര്. ഈ സദസ്സിലിരിക്കുന്ന നാം വ്യവഹാര ഭാഷയിൽ പറയാറുള്ള, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അങ്ങനെ ആളുകളെ വേർതിരിച്ചു കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും
ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന സന്ദേശത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന, ഈ ഹാളിലിരിക്കുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ആയ സഹോദരങ്ങൾ ദൈവത്തിന് അർപ്പിച്ചാണ് ജീവിക്കേണ്ടത് എന്ന സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വചനം മാത്രമാണ് അത്. ദൈവത്തിന് അർപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് നൽകിയ ധാർമ്മിക ജീവിത പദ്ധതികൾ, മാനുഷിക ഗുണങ്ങൾ, ഉന്നതമായ നീതിബോധം, തുല്യതയില്ലാത്ത കാരുണ്യം, ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാതൃകാ പുരുഷന്മാരായി ഈ ലോകത്ത് ജീവിക്കുക, ഇതാണ് ദൈവത്തിന് അർപ്പിച്ച് ജീവിക്കുക എന്നതിൻ്റെ സാരം. ഈ സന്ദേശത്തെയാണ് ഇസ്ലാം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതിൻ്റെ സ്ഥാപകൻ നാം സാധാരണ കേൾക്കാറുള്ളത് പോലെ മുഹമ്മദ് നബി അല്ല. അതിൻ്റെ സ്ഥാപകൻ പ്രപഞ്ചനാഥൻ തന്നെയാണ്. പ്രപഞ്ചനാഥന് വഴിപ്പെട്ട് ജീവിക്കുക എന്ന ആശയത്തെ വിവിധങ്ങളായ മനുഷ്യ സമൂഹങ്ങൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും അവർ സംസാരിച്ച ഭാഷയിൽ ലഭിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ അവർ ജീവിക്കണം എന്ന തത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെ അറബിയിൽ വിളിക്കുന്ന നാമമാണ് ഇസ്ലാം എന്നുള്ളത്. ഇനി ഖലീഫയാണ് നമ്മുടെ വിഷയം. അതും ഈ ആമുഖവും തമ്മിലൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ആമുഖം അങ്ങനെ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചതുപോലെ തന്നെ ഖലീഫ ആരാണ്, ആദ്യത്തെ ഖലീഫ ആരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി നൽകുക? ആദ്യ ഖലീഫയുടെ പേര് പണ്ടുകാലം മുതലേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു പോകുന്നത് കൊണ്ട് പറയാൻ എളുപ്പമുണ്ടാകും. ആദ്യ ഖലീഫയുടെ പേര് അബൂബക്കർ. ആദ്യ ഖലീഫയുടെ പേര് അബൂബക്കർ എന്നാണ് നമ്മൾ പറയുക. എന്നാൽ ആദ്യ ഖലീഫ അബൂബക്കർ അല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല ആദ്യ ഖലീഫ. നാം ഖലീഫമാരുടെ കാലത്തേക്ക് തിരിച്ചു പോകണമോ എന്ന ചോദ്യം പ്രസക്തമായി ഉന്നയിക്കപ്പെടാനുള്ള കാരണം അത് 6-ാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന അർത്ഥത്തിലാണ്. അതിൽ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും വസ്തുതയൊന്നുമില്ലെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരികളെ കുറിച്ച് പറയുന്ന ഒരു പേരല്ല ഖലീഫ എന്നുള്ളത്. ആദ്യ ഖലീഫ ആരാണ്? അതറിയണമെങ്കിൽ മനുഷ്യരാരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെ കാണണം. മനുഷ്യരാരെന്ന് വിവിധങ്ങളായ ഫിലോസഫേഴ്സ് നിരന്തരമായ ചർച്ചകൾക്ക് വിധേയമാക്കിയ ഒരു വിഷയമാണ്. മനുഷ്യനാരാണ്? എന്താണ് മനുഷ്യന്റെ ജീവിതോദ്ദേശം? മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തനാണല്ലോ. ആ മനുഷ്യരിവിടെ വെറുതെ ജീവിക്കുകയും എന്നിട്ട് അവരുടെ കാലം കഴിഞ്ഞ് വെറുതെ അങ്ങ് മരിച്ചു പോവുകയുമാണോ? മറ്റെന്തെങ്കിലും അവരുടെ ജീവിതോദ്ദേശത്തിന്റെ പുറകിലുണ്ടോ? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ ലോകത്ത് ദൈവവിശ്വാസികളായ ആളുകളും ദൈവവിശ്വാസികളല്ലാത്ത ആളുകളും നിർവഹിച്ചിട്ടുണ്ട്. നിരവധിയായ പണ്ഡിതന്മാർ, ഫിലോസഫേഴ്സ് ഈ ലോകത്ത് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണത്. വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ഖുർആൻ, അത് മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യർ ദൈവത്തിന്റെ ഖലീഫയാണ് എന്നാണ്. മനുഷ്യർ ദൈവത്തിന്റെ ഖലീഫയാണ്. മലയാളത്തിൽ ആ ഖലീഫ എന്ന അറബി പദത്തെ, ആ 3 അക്ഷരത്തെ കൃത്യതയോടുകൂടി ഉൾക്കൊള്ളാൻ ആവശ്യമായ തത്തുല്യമായ ഒരു പദം മലയാളത്തിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് കേവലം ഖലീഫ എന്ന വാക്കിന് ഒറ്റ പദം കൊണ്ട് ഭാഷാന്തരം നിർവഹിച്ചാൽ
എന്താണോ അത് ഉൾക്കൊള്ളുന്നത് അത്രയും ആശയഗാംഭീര്യത്തോടു കൂടി അതിനെ മനസ്സിലാക്കാൻ കഴിയാതെയും വരും. അതവിടെ വിശദീകരിക്കേണ്ടി വരും എന്നർത്ഥം. ഖലീഫ ദൈവപ്രതിനിധിയാണ്. മലയാളത്തിൽ എളുപ്പം പറയാവുന്ന ഒരു ട്രാൻസ്ലേഷനാണ് അത്. ദൈവപ്രതിനിധിയാണ്. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധികളാണ് മനുഷ്യർ. അപ്പൊ ആദ്യ ഖലീഫ ആരായിരിക്കും? ആദ്യ മനുഷ്യനായിരിക്കും. ആരാണോ ആദ്യ മനുഷ്യൻ, ആ മനുഷ്യനാണ് ആദ്യത്തെ ഖലീഫ. എന്താണ് ഖലീഫയുടെ ഉത്തരവാദിത്തം? ദൈവത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. വൈസ്ജറന്റ് ആകുക എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ കാണാം. വൈസ്ജറന്റ്, അംബാസഡർ എന്നോ റെപ്രസെന്റേറ്റീവോ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വൈസ്ജറന്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോഴത് കുറെ കൂടെ ആ ഖലീഫ എന്ന പദത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തെ പ്രതിനിധീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും യഥാർത്ഥത്തിൽ ഏകോദര സഹോദരങ്ങളാണ്. അവരുടെ തൊലി നിറത്തിലോ ഭാഷ സംസാരിക്കുന്നിടത്തോ അവർ ജനിച്ചു ജീവിക്കുന്ന ദേശങ്ങളുടെ കാര്യത്തിലോ ഒക്കെ അന്തരങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവർ ഏകോദര സഹോദരങ്ങളാണ്. ഈ ഏകോദര സഹോദരങ്ങളായ മനുഷ്യർ പക്ഷെ ആ സാഹോദര്യത്തെ തീർത്തും മറന്ന് ശത്രുതയിൽ ആണ്ടുപോകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയുമാണ്. ഈ മനുഷ്യർ, സഹോദരന്മാരായ മനുഷ്യർ, സഹോദരങ്ങളായി ജീവിക്കേണ്ട മനുഷ്യർ, അവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അവർക്ക് അങ്ങനെ സ്പ്ലിറ്റ് ആകാതെ, അനൈക്യമില്ലാതെ ഐക്യത്തോടുകൂടി ഒരുമിച്ചു നിൽക്കാനുള്ള ഏറ്റവും സാധ്യത നൽകുന്നതും സ്രഷ്ടാവ് എന്ന കാര്യത്തിലുള്ള ഏകോപനമാണ്. ഞങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന വൈവിധ്യങ്ങളോടുകൂടിയുള്ള കാഴ്ചപ്പാടുകളാണ് അവർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള യൂണിറ്റി ഉണ്ടാക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മനുഷ്യർ ദൈവത്തിന്റെ പേരിൽ ഭിന്നിച്ചിരിക്കുന്നു. മനുഷ്യർ ദൈവത്തിന്റെ പേരിൽ ഭിന്നിച്ചിരിക്കുന്നു. ആളുകൾക്ക് ചില പേരുകൾ കേൾക്കുമ്പോൾ അത് ചില വിഭാഗത്തിന്റെ ദൈവത്തിന്റെ പേരാണ്, വേറൊരു പേര് കേൾക്കുമ്പോൾ അത് വേറൊരു വിഭാഗത്തിന്റെ ദൈവത്തിന്റെ പേരാണ് എന്നൊക്കെ നിഷ്പ്രയാസമായി ധരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ ചിന്താമണ്ഡലങ്ങൾ പല വഴിയിലേക്ക് ചേർന്ന് ഭിന്ന ഭിന്നമായി പോയിരിക്കുന്നു എന്നുള്ളതും ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ്, ദൈവമാരാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ദൈവത്തെ പ്രതിനിധീകരിക്കാനും ദൈവത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ വിഭാഗമായി ഏകോദര സഹോദരങ്ങളായി ഈ ലോകത്ത് നിലകൊള്ളാനും സാധിക്കുക. ദൈവമാരെന്ന ചോദ്യത്തിന് ഒന്നാമത്തേത് ദൈവം സ്രഷ്ടാവാണ് എന്നുള്ളതാണ്. ദൈവം സ്രഷ്ടാവാണ്. സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ സൃഷ്ടിച്ചവനാകുമെന്നുള്ളത് കൊണ്ട് ദൈവം ഉടമസ്ഥനാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. തൻ്റെ ഉടമസ്ഥതയിലുള്ളവയെ സംരക്ഷിക്കേണ്ട ചുമതല ആ ഉടമസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് ദൈവം സംരക്ഷകൻ കൂടിയാണ്. തൻ്റെ സംരക്ഷണതയിൽ ഉള്ളവയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തം സംരക്ഷകനായിരിക്കുമെന്നുള്ളത് കൊണ്ട് ദൈവം നിയന്താവ് കൂടിയാണ്. ഈ പ്രകൃതിക്ക് നിയമം നൽകിയ ശക്തിയും ദൈവമാണ് എന്നുള്ളത് കൊണ്ട് ദൈവം നിയാമകനുമാണ്. ആരാണ് ദൈവം എന്ന ചോദ്യത്തിന്റെ ഉത്തരം സൃഷ്ടാവും ഉടമസ്ഥനും സംരക്ഷകനും നിയന്താവും നിയാമകനുമായവനാരാണോ അവനാണ് ദൈവം. അവനാണ് ദൈവം. സൃഷ്ടാവും
ഉടമസ്ഥനും സംരക്ഷകനും നിയന്താവും നിയാമകനുമായവൻ ആരാണോ അവനാണ് ദൈവം. ആ ദൈവത്തെ ഈ 5 സവിശേഷതകളിലും പ്രതിനിധീകരിക്കുന്നതിനെയാണ് ഖലീഫ എന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അത് കേവലം ഒരു ഭാഷാന്തരം കൊണ്ട്, ഒരു പദാവലിയുടെ ഭാഷാന്തരം കൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. നിർവചനവും വിശദീകരണവും ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും, ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും, അവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ് ഭൂമിയിൽ. ചില വ്യക്തികൾ ആ പ്രാതിനിധ്യം നിർവഹിക്കുന്നതിൽ വിജയിക്കും, ചില വ്യക്തികൾ ആ പ്രാതിനിധ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടും. മുഴുവൻ മനുഷ്യരും ദൈവപ്രാതിനിധ്യം നിർവഹിക്കുന്നതിൽ വിജയിക്കണമെന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും നമ്മുടെ അഭിലാഷവും നമ്മുടെ പ്രയത്നവും അതിനു വേണ്ടി ഉള്ളതും ആയിരിക്കണം. ഖലീഫ എന്നത് കേവലം ഒരു സ്ഥാനപ്പേര്, ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാനപ്പേര് മാത്രമല്ല, സൃഷ്ടിപ്പിൽ പ്രതിനിധീകരിക്കണം. എന്താണ് അത്? ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും വൈവിധ്യങ്ങളോടുകൂടി നിലകൊള്ളുന്നവയാണ്. ഈ ലോകത്തുള്ള വസ്തുക്കൾ വൈരുദ്ധ്യങ്ങളോടുകൂടി നിലകൊള്ളുന്നവയല്ല, വൈവിധ്യങ്ങളോടുകൂടി നിലകൊള്ളുന്നവയാണ്. വൈരുദ്ധ്യങ്ങളോടുകൂടി നിലകൊള്ളുന്ന വസ്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയും എന്നിട്ട് ഒന്ന് നിലനിൽക്കുകയും ഒന്ന് നാശമടയുകയും ചെയ്തേക്കാം. വൈവിധ്യങ്ങളോടുകൂടി നിലനിൽക്കുന്നവ കൂടിച്ചേരുകയും പ്രയോജനപ്രദമായ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് സൃഷ്ടിപ്പ് എന്ന് പറയുക. ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ ഞാൻ ഡിസ്മാൻഡിൽ ചെയ്തെടുത്താൽ ഇതിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കൂട് കിട്ടും, ഒരു ഗ്ലാസിന്റെ പീസ് കിട്ടും, ഒരു സർക്യൂട്ട് ബോർഡ് കിട്ടും, ഒരു ബാറ്ററി കിട്ടും. ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ നാം ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും കിട്ടില്ല. കൂട്ടിച്ചേർക്കേണ്ട വണ്ണം അവയെ കൂട്ടിച്ചേർത്തപ്പോ വൈവിധ്യങ്ങളായ ഈ കാര്യങ്ങൾ കൂടി ഇണങ്ങി മനുഷ്യർക്ക് പ്രയോജനമുള്ള പുതിയൊരു വസ്തുവായി തീർന്നു. ഇത് സൃഷ്ടിപ്പാണ്. സൃഷ്ടിപ്പിലെ പ്രതിനിധീകരണം എന്തെന്ന് ചോദിച്ചാൽ, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും വൈവിധ്യങ്ങളോടുകൂടി നിലകൊള്ളുന്നവയാണെന്നും അവയെ കൂട്ടിച്ചേർക്കേണ്ട വണ്ണം കൂട്ടിച്ചേർത്തുകൊണ്ട് മനുഷ്യർക്ക് പ്രയോജനപ്രദമായ, ജീവജാലങ്ങൾക്ക് പ്രയോജനപ്രദമായ, സൃഷ്ടിജാലങ്ങൾക്ക് പ്രയോജനപ്രദമായവ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൃഷ്ടിപ്പിലെ പ്രതിനിധീകരണം. ഹാംഫുള്ളായ ഒന്നിനെയും ഉണ്ടാക്കരുത്. ആർക്കും പ്രയോജനമില്ലാത്ത ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. അത് ഇസങ്ങളാണെങ്കിലും ആശയങ്ങളാണെന്നുണ്ടെങ്കിലും അത് കാണാൻ കഴിയുന്ന വസ്തുക്കളാണെങ്കിലും പ്രയോജനമുള്ളതായിരിക്കണം. പ്രയോജനമില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോയിട്ട് പ്രയോജനമൊന്നും ഇല്ല എന്നർത്ഥം. വൈവിധ്യമായ കാര്യങ്ങൾ കൂടിച്ചേരുകയും പ്രയോജനമുള്ളതുണ്ടാവുകയും വൈരുദ്ധ്യങ്ങളായവ കൂട്ടിമുട്ടുകയും ഒന്ന് നിലനിൽക്കുകയും ഒന്നില്ലാതാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് വൈവിധ്യങ്ങളോടുകൂടി വസ്തുതകളെ കാണാനാണ് വേദാധ്യാപനം മനുഷ്യനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ, എൻ്റെ പ്രിയ ഗുരുനാഥന്റെ ഉദാഹരണമാണ്, അത് കടമെടുത്തുകൊണ്ട് ആ ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളമെടുത്തു. വെള്ളം അതിൻ്റെ എതിരായി നിൽക്കുന്നത് എന്ന് പറയാവുന്ന മറ്റൊന്നാണ് തീയ്. വൈരുദ്ധ്യമായി കണ്ടാൽ വെള്ളവും തീയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണ്. വെള്ളം കൊണ്ടുപോയി തീയിലൊഴിച്ചാൽ തീയാണ് കൂടുതൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ വെള്ളമില്ലാതാകും. ഇനി വെള്ളമാണ് കൂടുതലെങ്കിൽ തീ ഇല്ലാതാകും. ഒന്ന് നിലനിൽക്കും, ഒന്ന് ഇല്ലാതാകും. ശക്തി കൂടിയത് നിലനിൽക്കും, കരുത്ത് കുറഞ്ഞത് ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഈ വെള്ളത്തെ
നിങ്ങൾ ഒരു പാത്രത്തിലെടുത്തു. എന്നിട്ട് അത് ചൂട് ഉള്ള തീയിന്റെ മുകളിൽ കൊണ്ടുപോയി പിടിച്ചു. അപ്പോൾ അതിങ്ങനെ ചൂടായി തിളച്ചു വന്നു. അതിനകത്ത് അല്പം ചായപ്പൊടി ഇട്ടു, അതിനല്പം വേണമെങ്കിൽ അല്പം പഞ്ചസാരയും ചേർത്തു. ഇപ്പം അത് കുടിക്കാൻ പറ്റുന്ന അനുയോജ്യമായ പ്രയോജനപ്രദമായ മൂന്നാമതൊരു വസ്തുവിനെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ചായ എന്ന് പറയുന്ന പ്രയോജനമുള്ളൊരു വസ്തു. വസ്തുക്കളെ ഇങ്ങനെ കാണുകയും പ്രയോജനപ്രദമായ രീതിയിൽ ആളുകൾക്ക് ഗുണകരമാകുന്ന വിധം അതിനെ രൂപപ്പെടുത്തിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? ലോകത്തുള്ള മനുഷ്യരെ തമ്മിൽ കൂട്ടിച്ചേർക്കുക, ലോകത്തുള്ള ആശയങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുക, ലോകത്തുള്ള വൈവിധ്യങ്ങളായ പലതിനെയും ചേർക്കുക. എന്തിനു വേണ്ടി? പ്രയോജനമുള്ളതുണ്ടാക്കാൻ. പ്രയോജനമില്ലാത്ത ഒന്നും ലോകത്ത് നിലനിൽക്കില്ല. അതിനാരും നശിപ്പിക്കേണ്ടതില്ല, അത് നിലനിൽക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ നാം ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥത, ഉത്തരവാദിത്തം, ഒരു അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ടാകണം. അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്നതുണ്ടാകണം. എന്തോ ചിലതുണ്ടാക്കുകയും എന്നിട്ട് അത് നല്ലതല്ലാത്ത റിസൾട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഞാനല്ല അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് കൈയൊഴുകുകയും ചെയ്യുന്ന അധാർമികതയും മനുഷ്യരിൽ ഉണ്ടാകാൻ പാടില്ല. ഉടമസ്ഥതയിലുള്ള എല്ലാറ്റിനെയും സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ആശയങ്ങളാണെന്നുണ്ടെങ്കിലും സ്ഥൂല സ്വഭാവത്തിലുള്ള വസ്തുക്കളാണ് എന്നുണ്ടെങ്കിലും അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക, അത് പ്രയോജനമുള്ളതാണെങ്കിൽ അതിനെ സംരക്ഷിച്ച് വളർത്തുക എന്ന് പറയുന്നതും മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. തൻ്റെ കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള സംരക്ഷണത്തിൽ പടർന്നു പന്തലിക്കുന്ന ഏത് വിഷയമാണ് എന്നുണ്ടെങ്കിലും അതിനെ അവൻ അധിവസിക്കുന്ന സമൂഹത്തിൽ മറ്റാർക്കും പ്രയാസമോ പ്രതികൂലാവസ്ഥയോ സൃഷ്ടിക്കാത്ത വിധം അവയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നിയമങ്ങളും അവൻ പരിപാലിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചം മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. അതിലേക്ക് നാം കടന്നു വന്നു, അത് നാം പ്രയോജനപ്പെടുത്തി, അതിലെ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകത്തോട് വിടവാങ്ങി നാം ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഒരു ചെറിയ കാലയളവാണ്. ഈ കാലയളവിൽ അവൻ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിന് നമ്മെ ഉണർത്താൻ വേദാധ്യാപനം ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്തത്. അതിങ്ങനെയായിരുന്നു: നിങ്ങളുടെ കണ്ണുകളെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് അന്വേഷണ വിധേയമായി അയക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കുക, എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന്. എവിടെ? ഈ പ്രാപഞ്ചിക സംവിധാനങ്ങൾക്കിടയിൽ. നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല പോരായ്മയായി എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൾ തോറ്റുമടങ്ങും എന്നുകൂടി വേദം പറഞ്ഞു വെക്കുന്നു. ഇനി നാം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് നോക്കുക. സൂര്യൻ നാം ഉണ്ടാക്കിയതല്ല, നാം വന്നപ്പോഴിവിടെ ഉള്ളതാണ്. ഇനി നാം ഈ ലോകത്തുനിന്ന് വിടവാങ്ങുമ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല, അപ്പോഴും ആ സൂര്യനോട് ബാക്കിയായിരിക്കും. ആ സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു മറയുന്ന സൂര്യൻ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഉള്ളൂ. ശരിയായ ഒരു അസ്തമയമോ ഒരു ഉദയമോ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്. ആ സൂര്യൻ അഥവാ ഒരു 2-3 ദിവസത്തേക്ക് ഭൂമിക്ക് ഇല്ലാതായി എന്ന് സങ്കല്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഭൂമിയാകെ അന്തരീക്ഷമാകെ വിഷലിപ്തമായി തീരുകയും ശ്വാസവായു പോലും മലിനമാവുകയും ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല വസ്തുക്കളും
2, 3, 4 ദിനം കൊണ്ട് നാശമടയുകയും ചെയ്യും. പക്ഷെ സൂര്യൻ അത് അതിൻ്റെ പന്ഥാവിലൂടെ ഇങ്ങനെ കൃത്യമായി സഞ്ചരിച്ച് ഭൂമിക്കാവശ്യമായ ധർമ്മവും നിർവഹിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയും മറ്റെന്തെങ്കിലുമൊക്കെ ധർമ്മമുണ്ടോ നമുക്കറിഞ്ഞുകൂടാ, ഉണ്ടാകുമായിരിക്കാം. കാറ്റ്, മഴ, ശ്വാസവായു, ആവാസ വ്യവസ്ഥ, പക്ഷികൾ, മൃഗങ്ങൾ, സസ്യലതാദികൾ, ഏതിനെ നോക്കിയാലും കുറ്റമറ്റ ഒരു സംവിധാനത്തിൽ അവയങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ ലോകത്ത് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. പോരായ്മകൾ എവിടെയാ ഉള്ളത്? പോരായ്മകളുള്ളത് മനുഷ്യർ ഇടപെടുന്ന മേഖലകളിൽ മാത്രമാണ്. മനുഷ്യർ ഇടപെടുന്ന മേഖലകളിലാണ് പ്രതിസന്ധികളും പോരായ്മകളും വിഷമങ്ങളും വിഷമാവസ്ഥകളും ഒക്കെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ട്? സൂര്യനും ചന്ദ്രനും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഉൾപ്പെടെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം അന്യൂനമായി നിലനിൽക്കെ മനുഷ്യരുടെ ജീവിതം എന്തേ അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്നു? എന്താണ് അവരുടെ മേഖല മാത്രം പ്രശ്നസങ്കീർണമായിരിക്കുന്നത്? ഇതിനുള്ള ഉത്തരം, എന്തുകൊണ്ടാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അന്യൂനമായിരിക്കുന്നത്? അതേ മാർഗത്തെ നാം അവലംബിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും അന്യൂനമായ ശാന്ത സുന്ദരമായ ഒരു ജീവിതത്തെ പടുത്തുയർത്താൻ സാധിക്കും. സൂര്യനും ചന്ദ്രനും പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കുമൊക്കെ ദിശ നൽകിയവൻ, സൃഷ്ടിച്ച് മാർഗം നിശ്ചയിച്ചു കൊടുത്തവൻ, മനുഷ്യർക്കും സൃഷ്ടിച്ച് മാർഗം നിർണയിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തെ നാം ഏതു പേരിൽ വിളിച്ചാലും ദൈവം നമുക്ക് ജീവിതമാർഗം നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട്. ആ ജീവിതമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യർ, ജാതി മതഭേദമന്യേയുള്ള മനുഷ്യർ ലോകത്ത് എവിടെയെങ്കിലും നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ശാന്തസുന്ദരമായ ഒരു ജീവിതത്തെ നിർവഹിച്ച് മുന്നോട്ട് പോകും. ഇത് പലപ്പോഴും മനുഷ്യർക്കിടയിൽ സംഭവിക്കാതെ പോകാറുണ്ട്. സംഭവിക്കാതെ പോകുന്നതിൻ്റെ കാരണം, മനുഷ്യർ മറ്റ് ജീവജാലങ്ങളെ പോലെ ഒരു ഏകദിശയിൽ ചിന്തിച്ചു പോകുന്ന ആളുകളല്ല. മനുഷ്യർ ദൈവപ്രതിനിധികളാണ്. ദൈവപ്രതിനിധികൾക്ക് വൈവിധ്യമായ വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് പ്രയോജനപ്രദമായ മൂന്നാമതൊന്നും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ചിന്താശേഷിയും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. അതിനാവശ്യമായ ചിന്താശേഷിയും സ്വാതന്ത്ര്യവും മനുഷ്യന് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏകദിശയിൽ മാത്രം ചിന്തിച്ചു പോകാനേ അവന് സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവന് പുതിയതൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. തേനീച്ച അതിൻ്റെ കൂട് ആയിരക്കണക്കിന് വർഷങ്ങളായി മാറ്റം വരുത്തിയിട്ടില്ല. കാക്ക കൂടുണ്ടാക്കുന്നതിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. അവയുടെ ഭക്ഷണത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല. കാരണം അവ അങ്ങനെ ചിന്തിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു വിഭാഗമല്ല എന്നുള്ളത് കൊണ്ടാണത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ദൈവപ്രാതിനിധ്യത്തിൽ ഏറ്റവും സുപ്രധാനമായത് വൈവിധ്യങ്ങളായ വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് പ്രയോജനപ്രദമായ മൂന്നാമതൊന്നുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യന് ചിന്തിക്കാൻ കഴിയണം, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയണം, വിലങ്ങുകളില്ലാതെ ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ അവന് ആ ക്വാളിറ്റി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവം മനുഷ്യന് ചിന്താ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പ്രവൃത്തി സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഈ ചിന്താ സ്വാതന്ത്ര്യവും പ്രവൃത്തി സ്വാതന്ത്ര്യവും മനുഷ്യർ ദുരുപയോഗം ചെയ്തപ്പോൾ മനുഷ്യർക്കിടയിൽ പ്രതിസന്ധികളുണ്ടായി. സ്വാർത്ഥതയിലേക്ക് പോയപ്പോൾ പ്രതിസന്ധികളുണ്ടായി. ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് അവരുടെ പ്രകൃതിപരമായ ശുദ്ധഗതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഭൂമിയിലേക്ക് പ്രവാചകന്മാർ, ഋഷിവര്യന്മാർ, അവതാര പുരുഷങ്ങൾ എന്നൊക്കെ മനുഷ്യർ പല ഭാഷകളിൽ പല പേരുകളിൽ വിളിച്ച ആളുകൾ ഈ ലോകത്ത് വന്നു ചേരുകയും ചെയ്തു, മനുഷ്യരെ നല്ലതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി. ഇങ്ങനെ വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിൽ പലപ്പോഴും
നേതൃത്വപരമായ പങ്ക് കൊടുത്തുകൊണ്ട് ഭരണ സംവിധാനങ്ങൾക്ക് വരെ നേതൃത്വം വഹിച്ചുകൊണ്ട് മനുഷ്യരെ നല്ലതിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഭരണ സംവിധാനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതാവായതുകൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ താൽക്കാലികമായ നേതാവായതുകൊണ്ടോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എപ്പോൾ ഭരണചക്രം തിരിക്കുന്നിടത്ത് നേതാവായി എത്തിച്ചേരുന്നോ അന്ന് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനുഷ്യർക്ക് വേണ്ടി ക്രിയേറ്റീവായി ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ അത് തിരിക്കുന്ന നേതൃത്വം നിങ്ങൾക്കത് ചെയ്യാൻ അനുവാദം നൽകുകയെങ്കിലും വേണം. നേതൃത്വത്തിലിരിക്കുന്ന ഭരണചക്രം തിരിക്കുന്ന നേതൃത്വം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്നതിന് അനുവാദം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമേ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ പലപ്പോഴും വന്ന് നേതൃതലങ്ങളിലേക്ക് നിന്ന് ഭരണ സംവിധാനത്തിന് വരെ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ മനുഷ്യരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മബോധത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ക്രൂരതയിൽ നിന്ന് കാരുണ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. മനുഷ്യരെല്ലാം ഖലീഫമാരാണ്, ദൈവപ്രതിനിധികളാണ്. പ്രവാചകന്മാരും ഖലീഫമാരാണ്. പ്രവാചകന്മാർ ഭരണ സംവിധാനത്തിന്, പ്രവാചകന്മാർ മാത്രമല്ല, ഒരു സമൂഹത്തിൽ നിന്ന് ഭരണ സംവിധാനത്തിലേക്ക് ഉയർന്നു വരുന്ന ആളുകൾ ഈ ഖലീഫമാരായ പ്രതിനിധികളായ, ദൈവപ്രതിനിധികളായ മനുഷ്യരെ അവരുടെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധിയായിക്കൊണ്ട് അവരുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ ജനപ്രതിനിധിയെയും ഖലീഫ എന്ന് പറയും. അതും ഖലീഫയാണ്. ഇതാണ് മുഴുവൻ മനുഷ്യരും ദൈവപ്രതിനിധികളാണ്. ആദ്യ ദൈവപ്രതിനിധി ആദ്യ മനുഷ്യനാണ്. മനുഷ്യർ സമൂഹമായി ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളും ജനപ്രതിനിധി എന്ന അർത്ഥത്തിൽ ഖലീഫമാരാണ്. ദൈവപ്രതിനിധിയായ ഒരു മനുഷ്യൻ ദൈവപ്രാതിനിധ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരെ ഏറ്റവും മാന്യമായ ജീവിതാന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഖലീഫയാകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന ഖലീഫയോ, പൊതു അർത്ഥത്തിലുള്ള ഖലീഫയോ, ഭരണാധികാരി എന്ന അർത്ഥത്തിലുള്ള ഖലീഫമാരോ ഒരർത്ഥത്തിലും ഈ ലോകത്ത് ഒരു വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഒരർത്ഥത്തിലുള്ള അനീതിയും പ്രവർത്തിച്ചിട്ടില്ല. ലോകത്ത് അനീതി അസ്തമിച്ചപ്പോൾ നീതി ഉദയം ചെയ്യുന്നതിനായി പണിയെടുത്തവരാണ് അവർ. ക്രൂരത നിറഞ്ഞാടിയപ്പോൾ കാരുണ്യത്തെ ഉയർത്തിപ്പിടിച്ചവരാണ് അവർ. മനുഷ്യത്വത്തെ മറന്ന മനുഷ്യർ ഹിംസജന്തുക്കളെ പോലെ ആയപ്പോൾ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യർക്കിടയിൽ ജീവൻ ത്യജിച്ച് നിന്നവരാണ് അവർ. അവരുടെ സ്വഭാവത്തിലേക്കും മനോഭാവത്തിലേക്കും മനുഷ്യർക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഈ കാലം തേടുന്ന, ഈ കാലം ആഗ്രഹിക്കുന്ന, ഈ കാലത്തിന്റെ വിമോചനമായി തീരുന്ന ഒരു ചിന്തയും ഒരു സംവിധാനവുമായിരിക്കും. അതേതോ ഒരു കാലത്തെ 6-ാം നൂറ്റാണ്ടിന്റെയോ ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കുള്ള മനുഷ്യന്റെ ഒരു പിന്നോട്ടുള്ള പ്രയാണമല്ല. ഇങ്ങനെ ചില പ്രവാചകന്മാർ വരികയും മനുഷ്യർക്ക് നേതൃത്വപരമായ, ഭരണത്തിൽ വരെ നേതൃത്വപരമായ പങ്ക് നൽകുകയും ചെയ്തു. ഞാൻ വളരെ കുറച്ച് 1-2 പ്രവാചകന്മാരുടെ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലും, പിന്നീട് ഇന്ന് ഖലീഫമാരെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 ഖലീഫമാരുടെയൊക്കെ പേരിങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ഖലീഫമാരെ കുറിച്ചും ഒന്ന് വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ആദ്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് യൂസുഫ് പ്രവാചകനാണ് അലൈഹിസ്സലാത്തു വസ്സലാം.
ജോസഫ് എന്ന പേരിൽ ബൈബിളിൽ കാണുന്ന യൂസുഫ് പ്രവാചകൻ ഒരു മഹാ അത്ഭുതമായ ഭരണാധികാരിയായിരുന്നു. ഞാൻ ഒരൊറ്റ സംഭവത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നു. ഈ ഖലീഫമാർ എത്രമാത്രം ഉന്നതമായ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് മാനവ സമൂഹത്തിന് സേവനമർപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മാത്രം. പ്രവാചകൻ യൂസുഫ് നബി ഈജിപ്തില് അവിടെയുള്ള ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കഥകൾ എന്ത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടി കാണുകയാണ്, ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഈ സാമ്പത്തിക പ്രക്രിയകളുമായി ലോകം കടന്നുപോയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് വരികയും വലിയ ദാരിദ്ര്യവും സാമ്പത്തിക ഞെരുക്കവും സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ദീർഘവീക്ഷണം ചെയ്യുന്നു. ഇത് ദീർഘവീക്ഷണം ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഭരണകൂടത്തിൽ ഉള്ള സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ധാന്യം ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. അന്നത്തെ ഒരു രീതി അനുസരിച്ച് ധാന്യമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ധാന്യം ശേഖരിച്ചു. കഴിയുന്നത്ര ആളുകളോട് അവരുടെ ചിലവുകൾ കുറക്കാനും ഉപയോഗം കുറക്കാനും ആവശ്യപ്പെടുകയും പരമാവധി ബാക്കിയാക്കാനും എന്നിട്ട് ശേഖരിച്ചു വെക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പതിയെ അദ്ദേഹം ഭയപ്പെട്ടതുപോലെ ദാരിദ്ര്യം ലോകത്ത് പടർന്നു പന്തലിച്ചു. ശക്തമായ ഇൻഫ്ലേഷൻ ഉണ്ടായി, സാമ്പത്തിക ഞെരുക്കമുണ്ടായി. ചെറിയ രൂപത്തിലല്ല, പട്ടിണി കൊണ്ട് മനുഷ്യർ അന്താളിച്ചു പോകുന്ന വിധം അതീവ ഗുരുതരമാകുന്ന തലത്തിൽ. അപ്പോ ഈജിപ്തിലെ ജനങ്ങൾക്ക് ഒരു റേഷൻ സംവിധാനം നടപ്പാക്കുന്നു. ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആദ്യത്തെ റേഷൻ സംവിധാനമായിട്ട് കാണാൻ കഴിയുന്നത് ഈ യൂസുഫ് നബിയുടെ റേഷൻ സംവിധാനത്തെ ആയിരിക്കും. ഇന്ന് നമ്മൾ കാർഡൊക്കെ കൊടുക്കുന്നത് പോലെ കാർഡൊക്കെ കൊടുത്തു. വീടുകൾക്ക് മെമ്പർമാരുടെ എണ്ണം നോക്കിയിട്ട്, എന്നിട്ട് അവർക്ക് എത്ര പേരുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് ധാന്യം വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വലിയൊരു വിഷയമൊന്നുമല്ലല്ലോ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ശരിയാ, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഒരുപാട് നമ്മൾ അന്നത്തേതിനേക്കാളും വളർന്ന് വികസിച്ചിട്ടൊക്കെ ഉണ്ട്, എളുപ്പമാണ്. പക്ഷെ അങ്ങനെ വളർന്ന് വികസിക്കുമ്പോഴും നമുക്ക് പട്ടിണിയുണ്ട്, നമ്മുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അത് വിതരണം ചെയ്യുമ്പോഴും ഇൻ കേസ് അയൽ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ? സഹായിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാകുമോ? തിരിച്ചാലോചിച്ചാൽ എനിക്ക് ഒന്നുകൂടെ വേഗം മനസ്സിലാകും. പാകിസ്ഥാനിൽ ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, ധാന്യവുമുണ്ട്. ഇന്ത്യയിൽ പട്ടിണിയുണ്ട്. ഇന്ത്യയിൽ വേണ്ടത്ര ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇവിടുത്തെ ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒന്ന് സഹായിച്ചേക്കാം എന്ന് പാകിസ്ഥാന് തോന്നുമോ എന്നാണ് എൻ്റെ ചോദ്യം. ചൈനക്ക് തോന്നുമോ എന്നാണ് എൻ്റെ ചോദ്യം. മഹാനായ യൂസുഫ് നബി എന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഈജിപ്ത് മാത്രമല്ല അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും റേഷൻ സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു. ആ രാജ്യത്തേക്ക് എത്ര ധാന്യം വേണ്ടതുണ്ടോ അത് കൊടുക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ഖലീഫയുടെ ഭരണമായിരുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ഖലീഫയുടെ ഭരണമായിരുന്നു. ഇതിൽ ഏതൊന്നിനെയാണ് തള്ളിപ്പറയാൻ സാധിക്കുക? ദൈവം മനുഷ്യന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഈ കാഴ്ചപ്പാടിനെ, ഇത് ഒരു ദിവസം തനിക്ക് അധികാരം നിലനിർത്താമെന്ന മോഹത്തിൽ യൂസുഫ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അലൈഹിസ്സലാത്തു വസ്സലാം ഒരാശയമല്ല. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ആശയം ലഭിക്കുന്നത്? അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ച പ്രപഞ്ചനാഥനിൽ നിന്നാണ്. എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവിൽ നിന്നാണ്. എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ തത്വശാസ്ത്രത്തെ അദ്ദേഹം ഒരല്പവും മടി കാണിക്കാതെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ആ ഖലീഫയുടെ പ്രത്യേകത. ആ ഖലീഫ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഖലീഫ നമുക്ക് കാണിച്ചു തന്ന ഏതേത്
കാര്യങ്ങളെയാണ് നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് സോളമൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ സുലൈമാൻ നബി എന്ന് ഖുർആനൊക്കെ വിശദീകരിക്കുന്ന പ്രവാചകനെ കുറിച്ചാണ്. സമാനതകളില്ലാത്ത ജ്ഞാനം നേടിയെടുത്ത് അത്യുന്നതമായ നീതിബോധത്തോടുകൂടി ഭരണം നിർവഹിക്കുകയും എന്നിട്ട് അങ്ങനെ ശ്രദ്ധേയനാവുകയും ചെയ്ത പ്രവാചകനാണ്, ഭരണാധികാരിയുമാണ് സുലൈമാൻ, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന സോളമൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ആത്മീയ മാർഗദർശനം മാത്രമല്ല. നമ്മൾ പലപ്പോഴും പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ, ഖുർആൻ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ആത്മീയമായ എന്തോ എന്ന് പറയും എന്നുള്ളിടത്താണല്ലോ നിൽക്കുക. അല്ല, അവർ വിപുലമായ ഭരണകഴിവുകൾ നേടിയെടുത്ത, അഗാധമായ അനുകമ്പയും സ്നേഹവും തങ്ങളുടെ നെഞ്ചകങ്ങളിൽ നിറച്ചു നിർത്തിയ, എന്നിട്ട് അവയുടെ സവിശേഷമായ സംയോജനത്തോടുകൂടി ഇസ്ലാമിക മൂല്യങ്ങളെ, ദൈവാർപ്പിത മൂല്യങ്ങളെ, ഞാൻ വീണ്ടും ഇസ്ലാമികം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പഠിച്ചു ശീലിച്ചതേ വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ മലയാളാർത്ഥം കൂടി ഇടയ്ക്ക് വീണ്ടും സൂചിപ്പിക്കുന്നത്. ദൈവാർപ്പിതരായി നിൽക്കുന്ന ആളുകളുടെ മൂല്യങ്ങളെ അവർ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് നീതിയുടെ കാര്യക്ഷമമായ ഭരണത്തിന് മാതൃക സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നത് വളരെ വൈസ് ജഡ്ജ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. നീതി നടപ്പാക്കുന്ന സമയത്ത് വളരെ ബുദ്ധിപൂർവം ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന തുല്യതയില്ലാത്ത നീതിയെ സമൂഹത്തിന് നടപ്പാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, ഏത് സാധാരണക്കാരനും ഏത് സമ്പന്നനും ഒരുപോലെ നീതി ലഭിക്കാൻ കഴിയുന്ന ജുഡീഷ്യറി സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. 2024 അവസാനത്തിൽ ഏതാണ്ട് എത്തി നിൽക്കുന്ന ഈ ഉന്നതമായ ടെക്നോളജിയും ശാസ്ത്രലോകവും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കാലത്ത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുമോ കുറ്റമറ്റ നീതി നടപ്പാകുന്ന കാലമാണ്, ലോകമാണ്, രാജ്യങ്ങളാണ് ഉള്ളത് എന്ന്? പറയാൻ സാധിക്കില്ല. സാധാരണക്കാരനും സമ്പന്നനും ഒരുപോലെ ജുഡീഷ്യറിക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു സംവിധാനത്തെ അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷന് രൂപം കൊടുത്തു എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് പോലെ മിനിസ്റ്റേഴ്സ്, അഡ്വൈസേഴ്സ്, ഒഫീഷ്യൽസ്, ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ച് അദ്ദേഹം ആ കാലത്തുണ്ടാക്കി. എന്നിട്ട് ഈ സംവിധാനങ്ങൾ വളരെ ശക്തമായി ധാർമ്മിക വ്യവസ്ഥയിൽ അദ്ദേഹം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കും മിനിസ്റ്റേഴ്സിനും മറ്റുമൊക്കെ അതോറിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തുകൊണ്ട് അതിനെ വികേന്ദ്രീകൃതം വരുത്തി. നമ്മൾക്ക് വികേന്ദ്രീകൃതം എപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരിക്കുക? അധികാര വികേന്ദ്രീകരണം നമുക്ക് മനസ്സിലായിട്ട് കുറച്ചു കാലമായിട്ടേ ഉണ്ടാവുള്ളൂ. ജനാധിപത്യ സംവിധാനം ആണ് എന്ന് പറഞ്ഞ് വീണ്ടും പതിറ്റാണ്ടുകൾ പോന്നതിന് ശേഷമാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ചെറിയ ചില തലങ്ങളെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത്. പക്ഷെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് സംവിധാനം മഹാനായ സുലൈമാൻ പ്രവാചകൻ നിർവഹിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ വെറുതെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, കറപ്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന്റെ പർപ്പസ് അദ്ദേഹം വെക്കുന്നത് കറപ്ഷൻ ഇല്ലാതാക്കുക, കറപ്ഷന്റെ സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് കറപ്ഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി റെക്കോർഡ് കീപ്പിംഗ് സംവിധാനം വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റി. മറ്റൊന്ന്, അദ്ദേഹം അഗ്രികൾച്ചറും അതിനാവശ്യമായ റിസോഴ്സിനെയും പരിപോഷിപ്പിച്ചു എന്നുള്ളതാണ്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഇല്ലാതെ ഒരു സൊസൈറ്റിക്കും ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അഗ്രികൾച്ചർ മാത്രമാണ് യഥാർത്ഥത്തിൽ പുതിയത് ഉൽപ്പാദിപ്പിക്കുക. ബാക്കിയുള്ളതൊക്കെ ഉള്ളതിനെ തരം മാറ്റുക മാത്രമേ ചെയ്യുള്ളൂ. അഗ്രികൾച്ചർ പുതിയതുണ്ടാക്കും. അതുകൊണ്ട് വികസനം ഉണ്ടാകണമോ അഗ്രികൾച്ചർ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ എക്കോണമിയുടെ ബാക്ക് ബോൺ ആയിട്ട് കണ്ടത് അഗ്രികൾച്ചറിനെയായിരുന്നു. അഗ്രികൾച്ചർ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അതോടൊപ്പം തന്നെ
അത്യുന്നതമായ ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇറിഗേഷൻ സിസ്റ്റവും അദ്ദേഹത്തിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസും അദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുമൊക്കെ ഇന്നും ചരിത്രത്തിന് അത്ഭുതമാണ്. ഇങ്ങനെ എഫിഷ്യന്റായി റിസോഴ്സ് മാനേജ് ചെയ്യാൻ കഴിയുന്ന, ഭൗതിക റിസോഴ്സസ് ഉൾപ്പെടെ എൻവയോൺമെന്റ് ഉൾപ്പെടെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുണ്ടായി. അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഫോറിൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത പ്രവാചകനും ഭരണാധികാരിയും കൂടിയായിരുന്നു. തൻ്റെ ഭരണത്തിന് കീഴിൽ ആളുകൾ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് സമാധാനത്തോടുകൂടി ക്ഷേമരാജ്യമായി നിലകൊള്ളുന്ന തൻ്റെ രാജ്യത്ത് അധിവസിക്കുമ്പോൾ അപ്പുറവും ഇപ്പുറമൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള പല ആളുകളും കഷ്ടതകൾ അനുഭവിക്കുന്നതും അദ്ദേഹം കാണുന്നു. അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത് അവിടെ കൂടി എനിക്ക് ഭരണാധികാരം വന്നു ചേരണം എന്നുള്ളതിനല്ല. പ്രവാചകന്മാർ ഒരിക്കലും തന്നെ ഒരു രാജ്യത്തെയും പോയി കോൺകർ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നതിന്, അവിടെയുള്ള ഭരണാധികാരികളെ ഉദ്ബോധനം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അവരെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നത്. അങ്ങനെ ആശയവിനിമയം നടത്തിയിട്ട് അത് മറ്റുള്ളവർക്ക് വന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൊട്ടടുത്ത പ്രദേശത്തെ ഭരണാധികാരികളെ തങ്ങളുടെ രാജ്യത്തേക്ക്, തൻ്റെ രാജ്യത്തേക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ക്ഷണിച്ച് വിളിച്ചു വരുത്തി സൽക്കരിക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾ ബൽക്കീസ് രാജ്ഞിയുടെ കഥയിലൊക്കെ നിങ്ങൾ കാണുന്ന സംഭവം. അത് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയെ ഈ രാജ്യത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്തിനു വേണ്ടിയാണ്? ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മാറ്റങ്ങളെ നിദർശിക്കുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടി, നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കി അംഗീകരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതിവിടെ നടത്താൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കിത് നടത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെല്ലാ വർഷവും ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, GST കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഡൽഹിയിൽ കെജ്രിവാളിന് ടാക്സ് കുറയ്ക്കാൻ സാധിച്ചത് എന്ന് എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനത്തെ ഫിനാൻസ് മിനിസ്റ്റർമാരും ഒക്കെ ചിന്തിച്ചല്ലോ. എന്നിട്ട് നേരത്തെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തല്ലോ. ഇതുണ്ടാകും സാധാരണഗതിയിൽ. എന്നിട്ട് അത് നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുക കൂടെ ചെയ്യും. അങ്ങനെ സുലൈമാൻ നബി, പ്രവാചകനും ഭരണാധികാരിയുമായ സുലൈമാൻ സോളമൻ ചക്രവർത്തിയുടെ നാട്ടിലേക്ക് അടുത്ത രാജ്യത്തെ ചക്രവർത്തിമാരും ഭരണാധികാരികളും കടന്നു വരികയും അവർ എങ്ങനെയാണ് ഇവിടെ ഈ വിഷയങ്ങൾ സാധിച്ചെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അത് അവരുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആർക്കിടെക്ചറൽ ഡെവലപ്മെന്റിൽ ഉന്നതമായ ഡെവലപ്മെന്റുകൾ നടത്തി. റോഡുകളും പാലങ്ങളും ഒക്കെ അത്ഭുതകരമാവണ്ണം പടുത്തുയർത്തി. ആളുകൾക്ക് വ്യവഹാരങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹം പബ്ലിക് ബിൽഡിങ്ങുകൾ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി, വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി പബ്ലിക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കുകയും അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം സമൂഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒക്കെ കൂടെ ഓരോ രംഗത്ത് നിൽക്കുന്ന മനുഷ്യരും മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ എത്തിക്സ് കീപ്പ് ചെയ്ത്, മൊറേൽ കീപ്പ് ചെയ്ത് കൃത്യതയോടുകൂടി മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ളതിന് കർശനമായ നിയന്ത്രണങ്ങളും ഉണ്ടാക്കി. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു കൊണ്ടുവരുന്ന ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് ഇന്നത്തെ പുതിയ പ്രയോഗങ്ങളാണ്. ഈ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് ഒക്കെ അക്കാലഘട്ടത്തിൽ നടപ്പാക്കിയ മഹാനായ ഭരണാധികാരിയും പ്രവാചകനുമായിരുന്നു സുലൈമാൻ നബി, സോളമൻ. ഏതേത് അനുഗ്രഹങ്ങളെയാണ് തള്ളിക്കളയുക? നിങ്ങൾ ഏതേത് അനുഗ്രഹങ്ങളെയാണ് ഇനിയും നിഷേധിക്കുക? നിങ്ങൾ ഏതേത് അനുഗ്രഹങ്ങളെയാണ് വീണ്ടും മറച്ച് കർട്ടനിട്ട് വെച്ച് അവിടേക്ക് പോകരുത് എന്ന് ഇനിയും എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? പറയാൻ കഴിയാത്ത വിധം ഈ സത്യങ്ങൾ ഈ ലോകം അംഗീകരിക്കുകയും
അവർ ഇതിന്റെ ഉപയോക്താക്കളായി, പ്രയോജകരായി മാറുകയും ചെയ്യുന്ന ഒരു നാളെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയേ പറ്റൂ. മഹാനായ മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മൂന്നാമത്തെ ഒരു പ്രവാചകനെ കൂടി പരിചയപ്പെടുത്താം. മഹാനായ മുഹമ്മദ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. നമ്മൾ അതിനെ ഹിജ്റ എന്ന് പറയും. നോക്കൂ, ഒരു രാജ്യത്തുള്ള ഒരാൾ ഓടി മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുന്ന സമയത്ത് വരൂ ഞങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുക്കൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചരിത്രം ഉണ്ടാകുമോ? ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ മഹാനായ മുഹമ്മദ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മദീനയുടെ ഭരണാധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മക്കയിൽ നിന്ന് അദ്ദേഹം പേടിച്ച് മദീനയിലേക്ക് ഓടിപ്പോയതല്ലായിരുന്നു എന്നാണ്. പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ നിലനിന്നിരുന്ന ഭരണാധികാരികളുമായി ഉണ്ടാക്കിയ ചില കരാർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മദീനയിലേക്ക് പോവുകയും ആ മദീനയിൽ ഒരു ഭരണത്തെ കെട്ടിപ്പടുത്തുണ്ടാക്കുകയും ചെയ്യുന്നു. അതും ഒരു ഖലീഫയാണ്. പ്രവാചകൻ മുഹമ്മദ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഖലീഫയാണ്, ഭരണാധികാരി എന്നുള്ള നിലക്കുള്ള ഖലീഫയുമാണ്. ആ പ്രവാചകൻ അന്ന് വരെ മനുഷ്യരനുഭവിച്ചിരുന്ന മനുഷ്യർക്ക് കൊല്ലാനും വിൽക്കാനും കഴിയുമെന്ന് തോന്നിയിരുന്ന വ്യവസ്ഥ കരുതി വരുത്തി. നിങ്ങളുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ട് നിങ്ങളെന്ന് വിചാരിക്കുക. ആ കോഴിയെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോ നിങ്ങൾ അതിനെ പിടിച്ച് കണ്ടിച്ച് ഭക്ഷണമാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അടുത്ത വീട്ടിലെ ആളുകൾക്ക് വന്നിട്ട് അതിനെ തടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ എന്തിനാ കോഴി അറുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമോ? വരില്ലല്ലോ. അതേപോലെയായിരുന്നു കാലം. ഒരാളുടെ കീഴിൽ ഒരു അടിമയുണ്ട്. അയാളെ കഴുത്തറുത്തോ തല്ലിയോ ജീവച്ഛവമാക്കിയോ കൊല്ലുകയാണെങ്കിൽ എന്തിനാണ് അയാളെ കൊല്ലുന്നത് എന്ന് ചോദിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്നില്ല. ആകെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്, വേണമെങ്കിൽ ഏതായാലും കൊല്ലാൻ പോവല്ലേ, ഞാൻ അതിന് വില തരാം എന്ന് പറഞ്ഞ് വില കൊടുത്തിങ്ങോട്ട് വാങ്ങുക എന്ന് മാത്രമാണ് ആകെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഉടമ എന്താണോ ഉടുക്കുന്നത് അത് അടിമക്കും ഉടുക്കാൻ കൊടുക്കണം. അടിമയെ നിങ്ങൾ തല്ലിയാൽ ഉടമയ്ക്കും തിരിച്ചു തല്ലുകൊള്ളും. അടിമയെ കൊന്നാൽ ഉടമയും വധിക്കപ്പെടും. അടിമയ്ക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ, ഉടമ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അടിമയ്ക്ക് ഭക്ഷണം കൊടുക്കണം. തുല്യമായ എല്ലാം നൽകിക്കൊണ്ട് ആ പേര് പോലും പിന്നെ അവിടെ നിലനിൽക്കാത്ത വിധം അതിന്റെ അടിവേരെടുത്ത് കളയുന്ന ഒരു ഭരണപരിഷ്കാരത്തെ പ്രവാചകൻ കൊണ്ടുവരുന്നത് കാണും. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹം, പുരുഷന്മാർ മാത്രമാണോ മനുഷ്യർ? അല്ല, സ്ത്രീകളും മനുഷ്യർ തന്നെയാണോ? സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ? പുരുഷന് മാത്രമേ ആത്മാവുള്ളൂ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഭരണാധികാരിയായി കടന്നു വരാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ കാലത്ത്, പ്രവാചകനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ പ്രവാചകന്റെ കാലത്ത് ഒരു ചെറിയ ഏറ്റുമുട്ടൽ പോലും അദ്ദേഹത്തിന്റെ പ്രദേശത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അത്ഭുതത്തോടു കൂടി മനസ്സിലാക്കണം. ഒരു ചെറിയ സംഘടന പോലും അദ്ദേഹത്തിന്റെ പ്രദേശത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിന്, മനുഷ്യർക്ക്, മനുഷ്യജീവന്, അവരുടെ അഭിമാനത്തിന്, അവരുടെ സമ്പത്തിന് ഒക്കെ ഉന്നതമായ പരിഗണന നൽകുകയും സ്ഥാനം നൽകുകയും ചെയ്തു പ്രവാചകൻ? എന്തുകൊണ്ടാണ്? പ്രവാചകൻ ഖലീഫയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, ദൈവപ്രതിനിധിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, ഭരണത്തെ നിർവഹിച്ചത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മാർഗദർശനത്തെ അവലംബിച്ചുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു വിധത്തിലുള്ള പക്ഷപാതിത്വങ്ങളുമില്ല. നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ആകെ മനുഷ്യർക്ക് ചെയ്യാനുള്ളത് എന്ന് പഠിപ്പിച്ചു. തെറ്റു ചെയ്യുന്നത് എന്റെ സ്വന്തം മകൾ ഫാത്തിമയാണെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയാൻ അശേഷം മടിയില്ലാതെ നിന്നിട്ടുണ്ട് പ്രവാചകൻ ന്യായത്തെയും നീതിയെയും മുന്നിലേക്ക് ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്. നീതി നിങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് ആ നീതി നടപ്പാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം അത് നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും
നീതി നടപ്പാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് നീതി നടപ്പാക്കുന്ന ആൾക്ക് തന്നെ എതിരാകുമെന്നുണ്ടെങ്കിലും നീതി നടപ്പാക്കണം, എന്നിട്ട് ദൈവത്തിന് സാക്ഷിയാകണം എന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ അത് ഏറ്റെടുത്തു. ദൈവത്തിൽ നിന്ന് ആ സന്ദേശത്തെ തന്റെ ജനതയിലേക്ക് കൈമാറി. മാതൃകാപരമായ ഭരണ കാഴ്ച വെച്ചുകൊണ്ട് കൈമാറി. അത് ലോകത്ത് സൂര്യനെ പോലെ ഉദിച്ചു നിന്നു. ഇതൊരു ഖലീഫയാണ്. ഈ ഖലീഫയുടെ കാലത്തെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് തള്ളിക്കളയാൻ സാധിക്കുക, നിഷേധിക്കാൻ സാധിക്കുക? നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അദ്ദേഹം കടന്നു ചെല്ലുന്ന മദീനയിൽ ഏതാണ്ട് 15% മാത്രം ആളുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ സംഘമായി കൂടെയുള്ളത്, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി മുഴുവൻ അവിടെയുള്ള മറ്റ് ഇതര വിഭാഗങ്ങളാണ്. ആ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന വിവിധ ഗോത്ര വിഭാഗങ്ങളും മറ്റുമൊക്കെയാണ്. ഈ 85%ന്റെയും പിന്തുണയോടുകൂടി ബാധ്യതയെ നിർണയിക്കുന്ന വിധം ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി പ്രവാചകൻ ഉയർന്നു വരികയും എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും പല കരാറുകൾ എഴുതി നൽകുകയും ചെയ്തു. ഒരു കരാർ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ കരാറാണ്. കരാറില പ്രവാചകൻ പറയാണ്, ക്രൈസ്തവ സഹോദരങ്ങൾ യഹൂദ സമൂഹവും അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല അവർക്കില്ല. ആരിൽ നിന്നാ രക്ഷിക്കേണ്ടെന്ന് ചോദിച്ചാൽ ഗോത്ര സംഘടനകൾ ഇടക്കിടക്ക് നടക്കും. തന്റെ ഗോത്രത്തിലുള്ളതല്ലാത്തതൊക്കെ തല്ലിപ്പൊളിക്കും. ആരെ നേരിലും എന്ത് വൃത്തികേടും ചെയ്യുന്നതിന് ഒരു പ്രയാസമില്ലാതിരുന്ന ഒരു സമൂഹം, അറുവഷളൻ സമൂഹം. ആ സമൂഹത്തെ ഇങ്ങനെ പരിഷ്കരിച്ച് കൊണ്ടുവന്ന് 10-23 കൊല്ലക്കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും ഉന്നതമായ പരിഷ്കൃത സമൂഹമാക്കി, സംസ്കാര സമ്പന്നരായ സമൂഹമാക്കി മാറ്റുകയും ചെയ്തു. വിശ്വവിഖ്യാതനായ ചരിത്രകാരൻ ഓക്ലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മുഹമ്മദ് മുന്നോട്ട് വെച്ച സാഹോദര്യമെന്ന ഭാവനയാണ്, ആശയമാണ് അദ്ദേഹത്തിന് ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് അറേബ്യയുടെ ഭരണ നേതൃത്വത്തിൽ എത്തിച്ചേരാൻ കാരണമായത്. അദ്ദേഹം മുന്നോട്ട് വെച്ച സാഹോദര്യം എന്ന ആശയമാണ്. ആരാണ് സാഹോദര്യം? അദ്ദേഹത്തിന്റെ കൂടെയുള്ള 15% അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായ ആളുകളോ? അല്ല, 85% വരുന്ന ബാക്കിയുള്ള ആളുകളും. ഈ 15%വും 100%വും ചേരുന്ന സാഹോദര്യ ബന്ധം അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അദ്ദേഹം അതിലെ ഈസാ നബി അലൈഹി സ്വലാമയുടെ, തന്റെ സഹോദര പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാമയുടെ അഥവാ യേശുവിന്റെ അനുയായികളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കരാർ എഴുതി കൊടുത്തു, അവർ അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല. ആ ചുമതല നമ്മുടെ സൈന്യം നിർവഹിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള, അന്ന് സൈന്യം എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല, പക്ഷെ അവർ നിർവഹിക്കും. അഥവാ അത് സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിൽക്കുന്ന സമയത്ത് ആ ആവശ്യാർത്ഥം അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരെ ശുഹദാക്കളായി, രക്തസാക്ഷികളായി ഗണിക്കും. എന്തിനാ രക്തസാക്ഷികളായി, എന്തിനാ ശുഹദാക്കളായിട്ട് അവരെ ഗണിക്കുന്നത്? എന്ത് സംരക്ഷിക്കുന്നതിനാ? ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ പ്രവാചകൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്, സമയക്കുറവ് കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പ്രവാചകൻ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ചെയ്തു. ഒരു കരാർ എഴുതുമ്പോൾ ഇത്ര മാസത്തേക്കെന്ന് എഴുതും. നമ്മളിപ്പോൾ വാടക കരാറൊക്കെ എഴുതുമ്പോൾ 11 മാസത്തേക്കെന്നൊക്കെ എഴുതുമല്ലോ. അങ്ങനെ അതിനൊരു കാലയളവ് വെച്ചു. ഈ കരാർ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ബാധകമാണ്. ഏതുവരെയുള്ള? ലോകാവസാനം വരെയുള്ള. അതുമാത്രവുമല്ല, ആരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചാൽ അവർ പ്രവാചകനും പ്രപഞ്ചനാഥനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായി കണക്കാക്കും. എന്ത് ചെയ്താൽ? ഈ കരാറിലെ വ്യവസ്ഥ തെറ്റിച്ചാൽ. കരാറിലെ വ്യവസ്ഥയിൽ ഒന്നെന്താണ് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് തോന്നുന്നത്. സഹോദരന്മാരെ, പ്രവാചകൻ നമ്മെ അങ്ങനെ മനുഷ്യരാക്കിയിട്ടുണ്ട്. ജാതിയും മതവും ഒക്കെ ഇവിടെ പിന്നീട് രൂപപ്പെട്ടതാണ്.
അതല്ലായിരുന്നു മനുഷ്യന്റെ ധർമ്മം. ചില അനുഷ്ഠാനങ്ങളുടെ പേരിൽ തളച്ചിടപ്പെടേണ്ടവരല്ല ഈ സമൂഹം. ഈ സമൂഹം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം, വീഴ്ചയില്ലാതെ നിർവഹിക്കുന്നതോടൊപ്പം, അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുന്നു, വീഴ്ചയില്ലാതെ നിർവഹിക്കുന്നതോടൊപ്പം മനുഷ്യ വിമോചനത്തിന്റെ മാർഗത്തിൽ, ജീവജാലങ്ങളുടെ ക്ഷേമത്തിന്, സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ ക്ഷേമത്തിന് ജീവിതത്തെ അർപ്പിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം പ്രവാചകന്റെ സംഘത്തിൽ അണിനിരക്കുന്ന ആളുകൾ. അവർക്ക് വിദ്വേഷമില്ല, അവർക്ക് അസൂയയില്ല, അവർക്ക് ആരുമായും ഏറ്റുമുട്ടലില്ല, അവർക്ക് ഒന്നിനോടും ദേഷ്യമില്ല, വെറുപ്പെന്ന സ്വഭാവവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് തീരെ വയ്യ, ശക്തമായ പനിയും തലവേദനയുമുണ്ട്. പ്രവാചകൻ തൻ്റെ അനുയായികളിൽ ചിലരൊക്കെ വിളിച്ചു ചേർത്തു. വയ്യ എന്നുള്ള വിഷയം അവർക്കൊക്കെ അറിയാം. ജാഫർ റളിയല്ലാഹുവിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. തോളിൽ കൈയിട്ടു. വേച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി പ്രവാചകൻ നടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്കെന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മിമ്പറിൽ കയറണം. വെള്ളിയാഴ്ചയല്ല, മിമ്പറിൽ കയറണം. അപ്പോ താങ്ങി ഹെൽപ്പ് ചെയ്തു കൊടുത്ത് മിമ്പറിൽ കയറിയിരുത്തി. സമീപത്തൊക്കെയുള്ള ആളുകളെ വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു. ചുറ്റുമുള്ള ആളുകളൊക്കെ പ്രവാചകന്റെ സമീപത്താണ് എല്ലാവരും താമസിക്കുക. അപ്പം എല്ലാവരും കൂടെ വന്നു. പ്രവാചകൻ അവരുടെ മുമ്പിൽ ഒരു ഹ്രസ്വമായ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഇങ്ങനെയാണ്. ഹംദും സലാത്തും ഒക്കെ പറഞ്ഞതിനു ശേഷം ആ പ്രവാചകൻ ഇങ്ങനെ പറയാണ്, ഒരു ദാസനോട് ആ ദാസന്റെ നാഥൻ ചോദിച്ചിരിക്കുന്നു, നീ ഇന്നിലേക്ക് തിരിച്ചു വരണമോ അതല്ല ഭൂമിയിൽ തുടരണമോ എന്ന്. ആ ദാസൻ തിരിച്ചു പോവുക എന്നുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നോട് പകരം ചെയ്യണം. ഞാൻ നിങ്ങളെ ആരെയെങ്കിലും വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നോട് പകരം ചെയ്യണം. ഞാൻ നിങ്ങളിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ട് തിരിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങണം. ആരും ഒന്നും പറഞ്ഞില്ല. എന്നൊന്നും മിണ്ടാതെ നിശബ്ദരായിട്ടിരുന്നു. അസർ നമസ്കരിക്കാൻ സമയമായി. പ്രവാചകൻ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടു കൂടി തന്നെ താഴെ ഇറങ്ങുന്നു, പള്ളിയിൽ വരുന്നു, ഇമാമായി നിന്ന് നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ ആവശ്യപ്പെടുന്നു, എനിക്ക് വീണ്ടും മിമ്പറിൽ കയറണം. പള്ളിയിൽ ധാരാളം ആളുകളുണ്ട്, നേരത്തെ വിളിച്ചു ചേർത്ത ആളുകളൊക്കെ ഉണ്ട്. അവരെ മുമ്പിലേക്ക് വീണ്ടും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഹംദും സലാത്തും ഒക്കെ പറഞ്ഞതിനു ശേഷം പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ഒരു ദാസനോട് ആ ദാസന്റെ നാഥൻ ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ തുടരണമോ അതല്ല എന്നിലേക്ക് തിരിച്ചു വരണമോ എന്ന്. ആ ദാസൻ തിരിച്ചു പോവുക എന്നുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നോട് പകരം ചെയ്യണം. ഞാൻ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നോട് പകരം ചെയ്യണം. ഞാൻ നിങ്ങളിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ട് തിരിച്ചു തരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ എന്നോട് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ആരും ഒന്നും മിണ്ടുന്നില്ല. പ്രവാചകൻ മനുഷ്യ മനസ്സ് വായിക്കാൻ നല്ല കെൽപ്പുള്ളവനാണ്. അത് പല സന്ദർഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അബൂബക്കറെ ദുഃഖിക്കേണ്ട, റബ്ബ് നമ്മളുടെ കൂടെയുണ്ട് എന്ന് സൗർ ഗുഹയിലിരിക്കുമ്പോൾ പറഞ്ഞത് അബൂബക്കറിന് ദുഃഖമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു. അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുന്നവനാണ് പ്രവാചകൻ. ആ മിമ്പറിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, അങ്ങനെ നിങ്ങൾ എന്നോട് പകരം ചെയ്താലോ ചോദിച്ചു വാങ്ങിയാലോ നിങ്ങളോട് വെറുപ്പുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെറുപ്പെന്ന സ്വഭാവം എന്നിലില്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റു. പ്രവാചകൻ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന്
ഒരു 2 ദിർഹം വാങ്ങിയിട്ട് 1 or 2 ദിർഹം വാങ്ങിയിട്ട് അത് തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ അപ്പോൾ തന്നെ അത് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് തങ്കലിപികളാൽ അന്ത്യപ്രവാചകനായ റസൂൽ ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ തന്റെ പ്രിയങ്കരന്മാരായ സഹോദരന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതിതാണ്: 1000 തവണ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് യാചിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. കാരണം ഞാൻ എൻ്റെ നാഥനെ നിഷ്കളങ്കനായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ നാഥനെ നിഷ്കളങ്കനായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ മുമ്പിൽ ഇരുന്ന് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടൊരു ചോദ്യം. നമുക്ക് പ്രായവും മറ്റുമൊക്കെ ഒരുപാടായിട്ടുണ്ട്. നാം ഉപദ്രവിച്ചവരോട് നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ? നാം വേദനിപ്പിച്ചവരോട് നമുക്ക് പകരം വീട്ടാൻ പറയാൻ സാധിക്കുമോ? നാം കൊടുക്കാനുള്ളത് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? വേണ്ട, വെറുപ്പെന്നൊരു സ്വഭാവമില്ലാത്ത മനസ്സ് സൂക്ഷിക്കാൻ സാധിക്കുമോ? ആ സ്വഭാവം എനിക്കില്ല എന്ന് നാം മാതൃകയായി സ്വീകരിച്ചിരിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ, സ്വർഗത്തിന് നേതൃത്വം നൽകുന്ന പ്രവാചകൻ, സ്വർഗത്തിൽ നേതൃത്വം നൽകുന്ന പ്രവാചകൻ മനുഷ്യരോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ 1000 വട്ടം ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ എനിക്ക് മടിയില്ല. കാരണം ഞാൻ എൻ്റെ റബ്ബിനെ നിഷ്കളങ്കനായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇത് മനുഷ്യ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഭരണ പ്രക്രിയയാണ്. ഇത് മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്നതിനല്ല, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മകുടോദാഹരണമാണ്. ഏത് ഖലീഫമാരെ സ്വീകരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏതേത് അനുഗ്രഹങ്ങൾ തള്ളിക്കളയണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം നമുക്ക് ഇവിടെയുള്ള സമൂഹത്തോട്, ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്തവരോട്, മനസ്സിലാക്കിയിട്ട് കാപ്പട്യം കളിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ളതാണ്. മഹാനായ പ്രവാചകൻ വിടവാങ്ങി. ആരിൽ നിന്നും ഒരു കളങ്കവും അവശേഷിപ്പിക്കാതെ എല്ലാവരിൽ നിന്നും ശുദ്ധമായത് നേടിയെടുത്തിട്ട് അത്യുന്നതനായ പ്രപഞ്ചനാഥനിലേക്ക് വലതുഭാഗം ചേർന്നിരിക്കാൻ, ഒന്നാമതായിരിക്കാൻ പ്രവാചകൻ തിരിച്ചുപോയി. പകരം നിങ്ങൾ നേരത്തെ പറഞ്ഞ 1ാമത്തെ ഖലീഫ വന്നു. 1ാമത്തെ ഖലീഫയാണോ ഇപ്പോ? എത്ര ഖലീഫമാരപ്പോ ഞാൻ പറഞ്ഞെന്ന് ആലോചിച്ചു നോക്ക്. ഖലീഫമാര് 1ാമത്തത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ അപകടം എന്തെന്നറിയാമോ? ഇസ്ലാം മുഹമ്മദ് നബി മുതൽക്കാണ് എന്ന് അത് അറിയാതെ പറയുന്നതിന്റെ മറ്റൊരു വിഷയമാണ്. അപ്പോഴാ ഇത് ഒന്നാമതാവുക. അതുകൊണ്ട് തിരുത്തേണ്ടതുണ്ട്. പ്രവാചകന് ശേഷം വന്ന ആദ്യ ഖലീഫ, അന്ത്യപ്രവാചകന് ശേഷം വന്ന ആദ്യ ഖലീഫ, മഹാത്മാഗാന്ധിജിക്ക് ശേഷം വന്ന ആദ്യ നേതാവ്, ആദ്യ പ്രസിഡന്റിന് ശേഷം വന്ന 2ാമത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒന്ന് വന്നു. അദ്ദേഹം ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. ആര്? ഖലീഫ അബൂബക്കർ. അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ചെറിയ ഉത്തരവാദിത്തം അല്ല കേട്ടോ. ഇവിടെ സീറ്റ് കിട്ടൂലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് സീറ്റ് കിട്ടുമോ നോക്കുന്ന ആ പണിയല്ല ഇത്. ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തം ഏൽക്കുകയാണ്. ഏറ്റെടുക്കാൻ ഭയവുമാണ്, പക്ഷെ ഏറ്റെടുക്കാതിരിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ അത് ഏറ്റെടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഏർലി മോർണിംഗിൽ തൻ്റെ വസ്ത്രവ്യാപാരത്തിന്റെ ചുമടുമായി തലയിൽ വെച്ച് പുറത്തേക്കിറങ്ങി യാത്ര ആരംഭിക്കുന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല അമീർ മുഅ്മിനീൻ, എങ്ങോട്ടാണ് യാത്ര? ഞാൻ കച്ചവടത്തിനോ? ഇന്നലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നില്ലേ? ഒരു വലിയ ഉത്തരവാദിത്തം, ബാധ്യത, അത് ചെയ്യണ്ടേ? പിന്നെ എങ്ങോട്ടാ കച്ചവടത്തിന്? ഉമർ, അത് ശരിയാണ്, പക്ഷെ എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് ധനം സമ്പാദിക്കണ്ടേ? എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിക്കുകയും പണം കണ്ടെത്തുകയും ചെയ്യണ്ടേ? അതിനോ
അതിന് നമുക്ക് ചർച്ച ചെയ്തിട്ട് വേറെ പരിഹാരമുണ്ടാക്കാം. താങ്കൾ ഇനി മുതൽ കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല. നിരവധിയായ പ്രശ്നങ്ങൾ ഈ സമൂഹം അനുഭവിക്കുന്നുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ കൂടെ നിന്നവരിൽ അത്ര കൂടെ നിന്നിട്ടില്ലാത്തവർ വാല് പൊക്കാൻ തുടങ്ങും. അതുകൊണ്ട് താങ്കൾ നല്ല ശക്തനായ ഭരണാധികാരിയായി ആ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് വേണ്ടത്. ഉമർ ഖത്താബ് അദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞയച്ചു. രാജ്യസഭ കൂടി, ഭരണസഭ കൂടി. എന്നിട്ട് തീരുമാനിച്ചു ഭരണാധികാരിക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി, ചരിത്രത്തിൽ ആദ്യത്തെ ഭരണാധികാരിക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം. മനസ്സില്ലാ മനസ്സോടുകൂടി അബൂബക്കർ ശമ്പളം സ്വീകരിച്ചുകൊണ്ട് ഭരണം നിർവഹിച്ചു. എന്തെല്ലാമായിരുന്നെന്നറിയോ പ്രത്യേകതകൾ? സുതാര്യമായ ഭരണം. ഒരു ഭാഗത്ത് ഭീഷണികൾ, രാജ്യനിവാസികൾ ഒരുമിച്ച് നിർത്തണം. റസൂൽ പോയ ഉടനെ വാല് പൊക്കാൻ തുടങ്ങിയ ആളുകളുണ്ട്, ആഭ്യന്തര വിയോജിപ്പുകളുണ്ട്. പക്ഷെ അവയ്ക്കിടയിൽ സുതാര്യമായ ഭരണം, നീതിപൂർവകമായ ഭരണം, സൈന്യത്തിന്റെ സംഘാടനം. രാഷ്ട്രമായി കഴിഞ്ഞിരിക്കുന്നു, ഒരു സേന വേണ്ടതുണ്ട്. സൈന്യത്തിന്റെ സംഘാടനം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ. ഈ മേഖലകളിൽ അദ്ദേഹം നടപ്പാക്കിയ ഭരണ നവീകരണ പ്രക്രിയകൾ പിൽക്കാലഘട്ടത്തിൽ മറ്റനേകം രാജ്യങ്ങൾ മാതൃകയായി സ്വീകരിക്കുകയുണ്ടായി. ഒരു യൂണിഫിക്കേഷൻ സംവിധാനം, കൺസോളിഡേഷൻ ഓഫ് സ്റ്റേറ്റുകൾ പലതും ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന, ഗോത്രങ്ങളും പ്രവിശ്യകളുമായൊക്കെ ഒരുമിച്ച് കിടക്കുന്നതിനെ അദ്ദേഹം ഒരൊറ്റ യൂണിറ്റി ആയിട്ട് കൊണ്ടുവരുന്നു. രാഷ്ട്രപരവും രാഷ്ട്രീയവുമായ ഐക്യം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗോത്രങ്ങളെ, വിഘടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ഭരണ കേന്ദ്രങ്ങളായി നിലനിന്നിരുന്ന ഗോത്രങ്ങളെ ഒറ്റ ഖിലാഫത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. മറ്റൊരത്ഭുതം, ഷൂറ എന്ന് പറയുന്ന സംവിധാനം അതിന്റെ ഏറ്റവും മികവുറ്റ രീതിയിൽ നടപ്പാക്കുന്നിടത്തും അദ്ദേഹം വിജയിക്കുന്നു. അത് പ്രവാചകന് ശേഷം ഒരു ഭരണാധികാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടി, പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന സമയത്ത്, മരണമടഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ കൂടിയാലോചന, ഡിസ്കഷൻ ഫോറത്തെ കൊണ്ടുവരികയും ചർച്ച ചെയ്തുകൊണ്ട് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു സെൻട്രലൈസ്ഡ് ആർമി സിസ്റ്റത്തെ, ഒരു കേന്ദ്രീകൃത ആർമി സിസ്റ്റത്തെ അദ്ദേഹം സമൂഹത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കി കാണിച്ചു. വളരെ സ്ട്രാറ്റജിക്കായി, വളരെ തന്ത്രപരമായി സൈനിക ആവശ്യങ്ങളെ ഒരു സൈനിക ജനറലിന്റെ കീഴിൽ ആദ്യമായി കൊണ്ടുവരുന്ന ഉത്തരവാദിത്വവും അദ്ദേഹം ചെയ്തു. നേരത്തെ ഇത് രണ്ടും പ്രവാചകനായിരുന്നു. ഇപ്പൊ ഭരണാധികാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഖലീഫയും, ഖലീഫയുടെ കീഴിൽ സൈന്യത്തിനൊരു ജനറലും, ഒരു ആർമി ജനറലിനെയും അദ്ദേഹം കൊണ്ടുവന്നു. അതായിരുന്നു ഖാലിദ് ബിനു വലീദ് എന്ന് പറയുന്ന വളരെ വിഖ്യാതനായ, വളരെ അഗ്രഗണ്യനായ മനുഷ്യൻ. കമാൻഡർമാരെ തെരഞ്ഞെടുത്ത്, ഈ ജനറലിന് കീഴിൽ കമാൻഡർമാരുണ്ടായിരുന്നു. കമാൻഡർമാരെ തെരഞ്ഞെടുത്തിരുന്നത് കുടുംബം നോക്കിയല്ല, തറവാട് നോക്കിയല്ല, പാർട്ടി നോക്കിയല്ല, ഒന്നും നോക്കിയല്ല, നമ്മുടെ കാലത്തുള്ള ഒരു സംവിധാനവും നോക്കിയല്ല. പകരം നേതൃപാടവം, വിശ്വസ്തത, തന്ത്രപരമായ വൈദഗ്ധ്യം, സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ടൈസ്, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കമാൻഡർമാരെ നിശ്ചയിച്ചത്. അങ്ങനെ സൈന്യത്തിന് നല്ല കഴിവും മികവുമുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ആർമിയെ അദ്ദേഹം ചെറിയ ഗ്രൂപ്പുകളാക്കി, മിഷൻ ഓറിയന്റഡായി, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സംഘങ്ങളായിട്ട് അദ്ദേഹം ആർമിയെ തിരിച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഓരോ പ്രത്യേക വിഭാഗത്തിനും നേതൃത്വമുള്ള കമാൻഡർമാരെ നൽകി. വളരെ വഴക്കമുള്ള പ്രാദേശിക കലാപങ്ങളോടും ബാഹ്യ ഭീഷണികളോടും വേഗത്തിൽ പ്രതികരിക്കാൻ ഈ വഴക്കമുള്ള ഘടന ഖിലാഫത്തിനെ സഹായിക്കുകയും അനുവദിക്കുകയും ചെയ്തു. സൈന്യത്തിന്റെ ആവശ്യാർത്ഥമുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്ന് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ആ വിപ്ലവം നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് നമുക്കതൊരു അത്ഭുതമായി തോന്നില്ല.
പക്ഷേ വളരെ വ്യവസ്ഥാപിതമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വളരെ ട്രസ്റ്റഡ് ആയ അഡ്വൈസേഴ്സിനെയും മെസ്സഞ്ചേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ഓരോ കമാൻഡേഴ്സിന്റെയും ജനറൽമാരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ JD തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി അവർക്ക് കൈമാറി അവരിൽ നിന്ന് സൈൻ ചെയ്ത് തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഈ സൈന്യത്തിന്റെ ഒക്കെ മോറൽ സംവിധാനങ്ങളും അവരുടെ ധാർമ്മികതയും അവരുടെ ഐക്യവും അദ്ദേഹം ഉറപ്പുവരുത്തി. ഒരു മിലിറ്ററിക്ക് ഒരു സ്റ്റാൻഡേർഡ് സാലറി സംവിധാനം നടപ്പാക്കി. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, ഇന്നൊന്നും കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നില്ല. പണ്ടെന്തായിരുന്നു എന്നറിയോ? യുദ്ധത്തിന് പോകും, മിലിറ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ പോകുന്നത്? യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകൾ എടുത്തിട്ട് പോരാം. അതായിരുന്നു ശമ്പളം. വ്യവസ്ഥാപിത ശമ്പളമില്ല. അപ്പൊ എന്താ പ്രശ്നം? എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തോന്നിയാലും പോയി പ്രശ്നം ഉണ്ടാക്കാം. കാരണം അവിടുന്ന് കിട്ടുന്ന എടുത്തിട്ട് പോരാൻ പറ്റുന്നത് നിയമമാണ്, ആരും ചോദിക്കില്ല. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ മുഴുവൻ നൂറ്റാണ്ടുകളായി അവർക്കിടയിൽ നിലനിൽക്കുന്ന ആ സംവിധാനങ്ങളെ തല്ലുക, തിരിച്ചു തല്ലുക, പിന്നെയും തല്ലുക, പിന്നെയും കൊല്ലുക, തിരിച്ചു കൊല്ലുക, തിരിച്ചു കൊല്ലുക, ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അത് പറ്റില്ല എന്നിടത്തേക്ക് കൊണ്ടുപോയി സൈന്യത്തിന് ശമ്പളവും നിശ്ചയിച്ച് വ്യവസ്ഥാപിതമായ ഒരു സൈന്യഘടനയെ അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം ഒരു ബൈത്തുൽ മാലിനെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ പറയുന്ന ട്രഷറി സംവിധാനം അദ്ദേഹം ഉണ്ടാക്കുന്നു. ആ ട്രഷറി സംവിധാനത്തിൽ ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള, പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ചെയ്യുന്ന, മിലിറ്ററിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, സോഷ്യൽ വെൽഫെയറിനെയും ആവശ്യക്കാർക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായിക്കുന്നതിനാവശ്യമായ ഫണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വിധമുള്ള ഒരു സെൻട്രലൈസ്ഡ് ട്രഷറി സിസ്റ്റത്തെ അദ്ദേഹം രൂപീകരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് വിധവകൾക്ക്, അതിൽ നിന്ന് പ്രായമായവർക്ക്, അതിൽ നിന്ന് അനാഥകൾക്ക്, ഓർഫൻസിന്, അതിൽ നിന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് ഒക്കെ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു. ലോകത്ത് ചാരിറ്റി ടാക്സ് എന്ന പേരിൽ നാം സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം അദ്ദേഹം വളരെ വ്യവസ്ഥാപിതമായി നടപ്പാക്കുന്നു. അത് നടപ്പാക്കി ആ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിലെ പൗരനാണ്. ആ രാഷ്ട്രത്തിന്റെ പൗരനായി ഞാൻ ഒരുക്കമാണ്, ആ പൗരനാകാൻ ഞാൻ ഒരുക്കമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടിയായിരുന്നു. അതും അദ്ദേഹം വ്യവസ്ഥാപിതമായി നടപ്പാക്കി രാഷ്ട്രത്തിന്റെ യൂണിറ്റി, ഐക്യം, അഖണ്ഡത കാത്തു സൂക്ഷിച്ചു. നേരത്തെ മറ്റ് പ്രവാചകന്മാരുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഫെയറായ, വളരെ ആക്സസിബിളായ, ആർക്കും ആക്സസിബിളായ ഒരു നീതി വ്യവസ്ഥയെ, ഒരു നീതിന്യായ വ്യവസ്ഥയെ അദ്ദേഹം നടപ്പാക്കി. അത് സെൻട്രൽ ഈ ഭരണവ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമാക്കി വെച്ചു. ഭരണാധികാരിക്ക് പോയി ഇടപെടാൻ കഴിയാത്ത വിധമുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റത്തെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. പ്രോംപ്റ്റായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന, ആവശ്യമുള്ളപ്പോൾ കൃത്യതയോടുകൂടി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധമുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ശൂറയെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തീരുമാനങ്ങൾ ഒറ്റക്കെടുത്തതല്ലെന്നും അത് കൂട്ടായ ചർച്ചയിലൂടെ, വിവേകത്തോടെ, സമവായത്തോടെ എടുത്തതാണെന്നും പ്രതിഫലിപ്പിക്കുന്ന വിധം ശൂറയെ കർക്കശമായും കൃത്യതയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തയ്യാറായി. ശൂറയിലുണ്ടായ ആളുകൾ ശൂറയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, വിഷയങ്ങൾ പഠിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരാകുമ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക്, ലീഡർഷിപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നിടത്തും അദ്ദേഹം വിജയിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ലോയുടെ, നിയമത്തിന്റെ ക്രോഡീകരണം നടത്തി. നിയമത്തിന്റെ ക്രോഡീകരണത്തെയാണ് ഖുർആനിന്റെ ക്രോഡീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഖുർആനിന്റെ ക്രോഡീകരണം എന്ന് പറയുന്നത് ഖുർആൻ ക്രോഡീകരിച്ചു എന്നുള്ളിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഓതാനുള്ള രീതിയിലേക്ക് അതിനെ
ഒരു പുസ്തക സ്വഭാവത്തിലേക്ക് ക്രമപ്പെടുത്തി തന്നു പ്രവാചകനിൽ നിന്ന് കേട്ടതനുസരിച്ച് എന്നിടത്തേക്ക് മാത്രം പോയി ഒതുങ്ങി നിൽക്കരുത്. അതുകൊണ്ട് സാധ്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നിയമത്തെ ക്രോഡീകരിച്ചു. വളരെ വ്യവസ്ഥാപിതമായ ഒരു നിയമം അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. അദ്ദേഹം ഒരു വെൽഫെയർ ചാരിറ്റി പ്രൊമോഷൻ സിസ്റ്റം തന്നെ അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ വിപ്ലവകരമായ വിധം, ആ സമൂഹത്തിന് അറിയാത്ത വിധം, ആ സമൂഹത്തെ പ്രവാചകന്റെ പിന്തുടർച്ചയിൽ നിന്നുകൊണ്ട് ഭരണം അന്യൂനമായി നടത്തി മുന്നോട്ട് പോയതിനു ശേഷം അദ്ദേഹം വഫാത്തായി, മരിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അല്പം പൈസ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ? ശമ്പളം വാങ്ങിയിട്ട് ഇങ്ങനെ അധികം ചെലവാക്കാതെ മാറ്റിവെച്ചത്. അത് അദ്ദേഹം തിരിച്ച് ട്രഷറിയിലേക്ക് അടച്ചിട്ടാണ് മരിച്ചത്. ഇന്നത്തെ ഭരണാധികാരിയിലേക്ക് നിങ്ങൾ ചിന്ത പോണേ. ഇന്നത്തെ ഭരണാധികാരികളിലേക്ക് നിങ്ങൾ ചിന്ത പോണം. ഏത് ഖലീഫയുടെ കാലത്തേക്ക് മടങ്ങരുതെന്നാ നിങ്ങൾ പറയുന്നത്? ഏത് ഖലീഫയാണ് തള്ളിക്കളയാൻ കഴിയുന്ന ഖലീഫ? ഏതേത് സൗഭാഗ്യങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഞാൻ ഏറെ പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കാലം അതിനൂതനമായ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ലോകത്തിന് വലിയ മാതൃകയായി പിൽക്കാലഘട്ടത്തിലെ നിരവധി ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങളെ സ്വാധീനിക്കുന്ന മാതൃകാ പുരുഷനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ അതിവേഗം വികസിച്ചു. അത് ഇസ്ലാമിക രാജ്യം അതിങ്ങനെ അഭിവൃദ്ധിപ്പെടുന്നതിനും പുതിയ പ്രദേശങ്ങളിലേക്ക് ആശയം കടന്നു ചെല്ലുന്നതിനും കാരണമായി. ഇന്ന് പറയുന്നത് പോലെ വെട്ടിപ്പിടിക്കാനോ ഭൂപ്രകൃതിയുടെ വലുപ്പത്തിന് വേണ്ടിയോ അല്ല കേട്ടോ. ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്റെ അയൽപ്പക്കത്തുള്ളവൻ പട്ടിണി കിടക്കുമ്പോ ഞാൻ വയറ് നിറച്ച് ഉണ്ണുന്നവനാണ് എന്നുണ്ടെങ്കിൽ, എന്നാ പിന്നെ വയറ് നിറച്ച് ഉണ്ണാതെ അവിടെ അയാളെ പൊട്ടി കിടന്നോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? പട്ടിണിയാണ് അവിടെ, അതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് ഉണ്ണണില്ല എന്ന് തീരുമാനിച്ചാൽ മതിയോ? അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം, എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ 1 കിലോ അരിയാണ് ഒരു ദിവസത്തേക്ക് ആവശ്യം. അയൽപ്പക്കത്ത് പട്ടിണിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ ആകെയുള്ള 1 കിലോ അരിയിൽ നിന്ന് പകുതി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ പിന്നെ എനിക്ക് വയറ് നിറച്ചുണ്ണാൻ ഉണ്ടാവില്ല, കാരണം പകുതിയേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. ഈ ഉത്തരവാദിത്തമുള്ള ഞാൻ, അത് എൻ്റെ അയൽപ്പക്കം എന്നുള്ളത് എത്രയാണ്? അയൽപ്പക്കത്തുള്ളവൻ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ വയറ് നിറച്ച ഉണ്ണാൻ പാടില്ല. അയൽപ്പക്കം എത്രയാണ്? അയൽപ്പക്കം 50 വീടുകളാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50 വീടുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ 50 വീടുകളായിരിക്കോ അന്നത്തെ 50 വീടുകളായിരിക്കോ? അന്നത്തെ 50 വീടാണെങ്കിൽ ഒരുപാട് ചുറ്റളവിലായിരിക്കും മിക്കവാറും അത് ഉണ്ടാവുക. ഇന്ന് 50 വീട്, ഇപ്പൊ മഞ്ചേരിയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 50 വീട് എടുക്കാൻ കുറച്ച് സ്ഥലം മതി. ആവട്ടെ, ഇനി കുറച്ച് സ്ഥലത്തുള്ള 50 വീടെങ്കിലും എടുക്കണമല്ലോ, ഏറ്റവും ചുരുങ്ങിയത്. അവിടെ പട്ടിണിയില്ലാതെ കഴിയണം. ഇതൊരു വ്യക്തിയുടെ ബാധ്യതയാണ്. ഭരണാധികാരിയുടെ ബാധ്യതയോ? ഭരണാധികാരിയുടെ ബാധ്യതയോ? ഭരണാധികാരിയുടെ ബാധ്യത അത് ചുറ്റുമുള്ള രാജ്യങ്ങളാണ്. അയൽപ്പക്കം എന്ന് പറയുന്നത് ഏതാണ്? ചുറ്റുമുള്ള രാജ്യങ്ങളാണ്. അയൽപ്പക്കത്തുള്ളവൻ പട്ടിണി കിടക്കുമ്പോ, അയൽപ്പക്കത്തുള്ളവൻ ഏത് രാജ്യക്കാരനാണെങ്കിലും അവർ പട്ടിണി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദൈവപ്രതിനിധികളുടെ നാട് പാതി അന്നം കഴിച്ച് പാതി കൊണ്ട് അയൽപ്പക്ക രാജ്യങ്ങളെ ഊട്ടും. ഇങ്ങനൊരു രാഷ്ട്ര സംവിധാനത്തെ, ഇങ്ങനൊരു രാഷ്ട്രീയ സംവിധാനത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനായിരുന്നു ഈ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുപോയത്. ഭരണം, ഉത്തരവാദിത്വ നിർവഹണം, ക്ഷേമം, നീതി, ഇതിൽ വിപ്ലവകരമായ സ്വഭാവം തീർത്തു. എന്നിട്ട് പറഞ്ഞു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത്, വളരെ ദൂരെയാണ്, അവിടെ എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ ഞാൻ എൻ്റെ നാഥനോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഭയം എനിക്കുണ്ടെന്ന് ആ ഭരണാധികാരി പറഞ്ഞു. ആര് ചത്താൽ? മനുഷ്യനല്ല, നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെയോ അല്ല, ആരോ വളർത്തുന്ന ഏതോ ഒന്ന് അങ്ങ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വിശന്ന് ചത്താൽ ഞാൻ എൻ്റെ നാഥനോട് ഉത്തരം പറയേണ്ടി വരുമെന്ന ഭയം.
അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ, ഒന്ന് നേരത്തെ പറഞ്ഞ ട്രഷറി ഉണ്ടല്ലോ, ബൈത്തുൽ മാൽ, അത് കുറെ കൂടെ സെൻട്രലൈസ്ഡ് ആക്കിയിട്ട് കുറച്ചുകൂടെ വിപുലീകരിച്ചു. അതിനകത്ത് പബ്ലിക് സർവീസിനും സ്റ്റേറ്റിന്റെ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയും ടാക്സ് കളക്ട് ചെയ്യുന്നത് എടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാക്കി ബൈത്തുൽ മാൽ അഥവാ ട്രഷറിയെ മാറ്റി. അദ്ദേഹം ലോക ചരിത്രത്തിൽ ആദ്യമായി എൽഡർലി പീപ്പിളിന്, പ്രായമായവർക്ക്, വയോജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം നടപ്പാക്കി. ലോകത്താദ്യമായി ഇൻഷുറൻസ് സംവിധാനം നടപ്പാക്കിയതും ലോകത്താദ്യമായി വളരെ വ്യവസ്ഥാപിതമായ ഒരു പട്ടാള സംവിധാനത്തെ രൂപപ്പെടുത്തിയതും ഖലീഫ ഉമറാണ്. ഡിസേബിൾഡ് ആയ ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് പെൻഷൻ, അനാഥകൾക്ക് പെൻഷൻ, അതിനകത്ത് ജാതിയും അതൊന്നുമില്ല കേട്ടോ. ഇനി അതൊക്കെ ഉണ്ടെന്ന് ആൾക്കെങ്കിലും തോന്നിയാൽ അതുമില്ല. അതാരാണോ ആ രാജ്യത്തുള്ള ആളുകൾ അവർക്കൊക്കെ ഇത് അദ്ദേഹം നടപ്പാക്കി. ഈ സംവിധാനങ്ങൾ സമൂഹത്തിനുള്ളിൽ സമ്പത്തിന്റെ കൂടുതൽ തുല്യമായ വിതരണത്തിന്, സമ്പത്തിന്റെ ഫ്ലോക്ക് കാരണമായി തീരുകയും ദുർബലരായ ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിന് ഉറപ്പായ മാർഗം തുറക്കുകയും ചെയ്തു. ക്ഷേമത്തിനും രാഷ്ട്ര വികസനത്തിനുമുള്ള ഒരു സാമ്പത്തിക കേന്ദ്രം എന്ന നിലയിൽ ഈ കേന്ദ്ര ട്രഷറി, ബൈത്തുൽ മാൽ എന്ന ആശയം വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ആധുനിക ലോകത്തിന്റെ സർക്കാർ ട്രഷറി വകുപ്പുകളിൽ അത് പിന്നീട് പ്രതിഫലിക്കുകയും ചെയ്തു. എവിടെ നിന്നാണ് വരുന്നത്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. വളരെ ഇൻഡിപെൻഡന്റ് ആയ ഒരു ജുഡീഷ്യറി സംവിധാനം ഉണ്ടാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ അതിനെ ഭരണകൂടത്തിൽ നിന്ന് വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഖലീഫയാണല്ലോ പറഞ്ഞിരിക്കണത്, ഇനിയിപ്പോ അവിടെ നീതി നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പേടിയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഏത് സാധാരണക്കാരനും ജസ്റ്റിസ് കിട്ടുമാറ്, നീതി ലഭിക്കുമാറുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. ഉമർ നടപ്പാക്കിയ നിയമവ്യവസ്ഥ സമൂഹത്തിൽ നിഷ്പക്ഷമായ ഒരു നിയമവ്യവസ്ഥയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളുടെ സംവിധാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കും വിധം അത് ഉയർന്നു നിന്നു. നീതി, ഉത്തരവാദിത്തം, ക്ഷേമം എന്നിവയെ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളുമായി യോജിപ്പിച്ചു. നീതി, ഉത്തരവാദിത്തം, ക്ഷേമം എന്നിവയെ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളുമായി യോജിപ്പിച്ച മൂല്യങ്ങളുമായി നടപ്പാക്കിയ ഉമർ എല്ലാ സമുദായങ്ങളിലെയും നേതാക്കൾക്ക് മാതൃകയായ ധാർമ്മിക ഭരണത്തിന്റെ ഒരു മാതൃകയാണ് എന്ന് മഹാത്മാഗാന്ധിജി നമ്മുടെ ഭാരതത്തിൽ പിന്നീട് പറയുകയും ചെയ്തു. പ്രവിശ്യകളായി രാജ്യത്തെ തിരിക്കുക, എന്നിട്ട് അവിടെ ഗവർണർമാരെ നിശ്ചയിക്കുക എന്നുള്ളതും ആദ്യമായി കാണിച്ചു കൊടുത്ത ഭരണാധികാരിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓരോ ഭരണാധികാരിക്കും ഗവർണർക്കും ഗവർണർ എന്ന സ്ഥാനമുണ്ട് എന്നതൊഴിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ പ്രയാസമാണ്. കാരണം അതൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് പോകാനൊന്നും പറ്റില്ല. ആ പ്രദേശത്തിന്റെ വിഷയം തീർക്കണം. ഒരാളോടൊരിക്കൽ ഒരു ഗവർണർ ഒരല്പം രൂക്ഷമായി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം അവിടെ നിന്ന് ഖലീഫയ്ക്ക് കത്തെഴുതി, ഇവിടെ ഒരു ഗവർണർ ആളുകളോട് മാന്യമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ലീവിന്റെ സമയത്ത് അമീറുൽ മുഅ്മിനീനെ, ഭരണാധികാരിയെ കാണുന്നതിന് വേണ്ടി ഗവർണർ വന്നു. ഗവർണറോട് ചോദിച്ചു, ഞാൻ താങ്കളെ എന്തിനാണ് ആ പ്രവിശ്യയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്? ആളുകളെ എന്നാണ്, അള്ളാഹു സ്വതന്ത്രമാക്കിയ ആളുകളെ എന്നാണ് താങ്കൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയിരിക്കുന്നത്? ആ പണി പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിൽ നിന്ന് ഗവർണറെ കുറിച്ച് പറയണമെങ്കിൽ എത്ര കത്തുകൾ ആർക്കെഴുതിയിട്ട് എന്തായിരിക്കും കാര്യമെന്ന് കൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇതും ഒരു സംവിധാനമായിരുന്നു. ഇവർക്ക് അവിടെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങള്, വികേന്ദ്രീകൃത ഭരണത്തോടുള്ള ഈ സമീപനം മറ്റു രാജ്യങ്ങൾ ഒരു മാതൃകയാക്കി മാറ്റുകയും കേന്ദ്രീകൃത മേൽനോട്ടത്തിലൂടെയുള്ള പ്രാദേശിക ഭരണത്തിന്റെ മാതൃകയായി അംഗീകരിച്ചുകൊണ്ട് മറ്റനേകം രാജ്യങ്ങളിൽ ഇത് നടപ്പാക്കുകയും ചെയ്തു. ദിവാൻ രജിസ്ട്രി എന്ന പേരിൽ മിലിറ്ററിക്ക് ഒരു രജിസ്ട്രി ഉണ്ടാക്കി. എന്നിട്ട് കേന്ദ്രീകൃത രജിസ്റ്ററായിട്ട്, സൈന്യത്തിന്റെ കേന്ദ്രീകൃത രജിസ്റ്ററായിട്ട് ദിവാൻ എന്ന ഈ സംവിധാനത്തെ സ്ഥാപിച്ചിട്ട്
അതിൽ സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ റാങ്കുകളും പേയ്മെന്റ് ഘടനകളും ഒക്കെ രേഖപ്പെടുത്തി. ആദ്യമായിട്ട് ഒരു രാഷ്ട്ര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടിതമായ ഒരു സ്ട്രക്ചേർഡ് സ്വഭാവം ആദ്യമായാണ് കടന്നു വരുന്നത്. സൈനികർക്ക് പതിവ് പേയ്മെന്റ് സിസ്റ്റം നൽകുക, ശമ്പളം കൊടുക്കുക, അത് നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. അത് മാത്രമല്ല, രാജ്യസേവനം നിർവഹിച്ച് പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ വിമുക്ത ഭടന്മാരായി പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയൊക്കെയുള്ള ആളുകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സൈനിക പെൻഷൻ പദ്ധതിയും ആരാരംഭിച്ചു? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരംഭിച്ചു. സൈനിക രജിസ്ട്രി എന്ന ആശയം മറ്റു രാജ്യങ്ങൾക്ക് സ്ട്രക്ചേർഡായ സൈനിക ഓർഗനൈസേഷന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറുകയും മറ്റു രാജ്യങ്ങൾ അത് പട്ടാളക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുകയും ചെയ്തു. ഒരു 10 മിനിറ്റ് സമയം കൂടെ എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന് ഓർഗനൈസ്ഡ് ടാക്സ് കളക്ഷൻ സിസ്റ്റം ആയിരുന്നു. ഒന്ന് ചാരിറ്റി ടാക്സ് തന്നെയാണ് നാം സക്കാത്ത് എന്ന പേരിൽ അറിയുന്നത്. മറ്റൊന്ന് രാജ്യം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ആളുകൾ ഇവിടെ വന്ന് ഈ സിസ്റ്റം അവരുടെ നാട്ടിലും കൂടെ നടപ്പാക്കുന്നതിന് വേണ്ടി കരാർ ചെയ്യുന്ന, ബൈഅത്ത് ചെയ്യുന്ന രാജ്യങ്ങളിലെ ആളുകൾ അഥവാ ഈ സിസ്റ്റത്തെ അംഗീകരിക്കാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പൗരത്വം ഒഴിവാക്കിയിട്ട് അവരെ പുറന്തള്ളുകയല്ല, പകരം അവർക്കൊരു ലാൻഡ് ടാക്സ് മാത്രം ഏർപ്പെടുത്തി കൊടുത്തു. പ്രവാചകന്മാരുടെ കാലത്ത്, ഖലീഫമാരുടെ കാലത്ത് ഒക്കെ ഇങ്ങനെയുള്ള ചില ടാക്സുകൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും എന്തോ അനീതി ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഈ രാജ്യത്തെ നിൽക്കാൻ പാടില്ല എന്ന് പൗരത്വ നിയമം ഉണ്ടാക്കി പറയുന്ന ആളുകളാണ് ആ രാജ്യത്തെ വിഘടിത സ്വഭാവം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയെ കളിയാക്കുന്നത്. അവർക്കാണെങ്കിലോ ചാരിറ്റി ടാക്സ് ഒട്ടും നിർബന്ധവുമല്ല. സ്വന്തം രാജ്യത്ത് ഇങ്ങനെ വന്നു ചേർന്ന രാജ്യങ്ങളല്ലാതെ സ്വന്തം രാജ്യത്ത് അഥവാ മദീന രാജ്യത്ത് അഥവാ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ആളുകളെ ആയുധം ഉപയോഗിച്ചോ നിയമങ്ങൾ ഉപയോഗിച്ചോ ജയിലിലിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ പരിഹരിക്കുന്നതിന് പകരം ഇതൊരു ചെറിയ കാലം മാത്രം കൈകാര്യം ചെയ്തു പോയാൽ മതിയെന്നും അപ്പോഴത്തേക്കും അവരൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് കൊടുക്കുകയും അവർക്ക് ചാരിറ്റി ടാക്സ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അതല്ലെങ്കിൽ രാജ്യത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നും രാജ്യത്തെ അവസ്ഥ എന്തായിരിക്കും? ആരെങ്കിലും ഇങ്ങനെ നിന്നാൽ അവർക്കെതിരെ യുദ്ധമായിരിക്കും, രാജ്യദ്രോഹ കുറ്റമായിരിക്കും, ജയിലിന്റെ പുറം പിന്നെ അവർ ലോകത്ത് കാണില്ല. ഈ പണികളൊന്നുമല്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് അവരൊക്കെ സ്വതന്ത്രരാക്കി വിടുകയും അവരെ ചിന്താശേഷിയോടുകൂടി വിടുകയും അവരെ സ്വതന്ത്ര പ്രവർത്തനത്തിന് അനുവദിക്കുകയും ഒക്കെ ചെയ്തതോടൊപ്പം സുരക്ഷ രാജ്യത്തിൻ്റെതാണ്, സുരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം രാജ്യത്തിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് രാജ്യത്തിനൊരു ടാക്സ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം മാത്രം ഏൽപ്പിച്ചു കൊടുത്തു. അഗ്രികൾച്ചറിന്റെ റീഫോർമേഷനാണ് മറ്റൊന്ന്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഉമർ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഭൂനികുതി സമ്പ്രദായം പുനഃക്രമീകരിക്കുകയും ചെയ്തു. 3 കൊല്ലക്കാലത്തിലധികം ആരെങ്കിലും ഭൂമി തരിശാക്കിയിട്ടാൽ അത് പിടിച്ചെടുക്കുകയും കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന കൽപ്പനയും ഉമർ ഖത്താബിന്റെ കാലത്തുണ്ടായി. ഭൂവിതരണം അത് ഭൂകുത്തകകളെ മാത്രമല്ല, ഭൂകുത്തകകളെ തടയുകയും എന്നിട്ട് ഭൂമിയുടെ വിതരണം ഭൂമി കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് കൈമാറിക്കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നികുതി പിരിവിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മറ്റു രാഷ്ട്രങ്ങൾ പിന്നീട് മാതൃകയായിട്ട് സ്വീകരിച്ചു. ജനങ്ങൾക്ക് അമിതഭാരം കൂടാതെ, അടിവരയിടുന്നു, ജനങ്ങൾക്ക് അമിതഭാരം കൂടാതെ. പലപ്പോഴും നാം 30, 40, 50% വരെ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരായ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നാം കുറെ കാലം മുമ്പുള്ള ഒരു ഭരണാധികാരിയെ ഓർക്കുകയാണ്. ജനങ്ങൾക്ക് അമിതഭാരം കൂടാതെ നടപ്പാക്കിയ നികുതി സംവിധാനം നീതി, രാഷ്ട്രത്തിന്റെ ഐക്യം, വ്യവസ്ഥാപിതത്വം, സുസ്ഥിര വരുമാനത്തിന്റെ മാർഗം എന്നിവയായിട്ട് ലോകത്തറിയപ്പെട്ടു. മഹാനായ ഉമർ ഖത്താബിന്റെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ റോഡുകൾ, പാലങ്ങൾ, കനാലുകൾ, വാട്ടർ സപ്ലൈ സംവിധാനങ്ങൾ, ഇതെല്ലാം
അദ്ദേഹം നാടുനീളെ കിണറുകൾ കുഴിച്ചു. തന്റെ ഭരണപ്രദേശത്തെ നാടുകളിൽ പാതയോരങ്ങളിൽ ധാരാളമായിട്ട് കിണറുകളും ജലസ്റ്റേഷനുകളും ഉണ്ടാക്കി. നഗരവികസനത്തിന് ഗണ്യമായ വിധം സംഭാവന നൽകി. വളരെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനുള്ള ഉപാധി എന്ന നിലയിലായിരുന്നു അദ്ദേഹം ജലസേചനം, ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയത്. ഇത് പിന്നീട് മറ്റു രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു. പെൻഷനും സ്റ്റൈപ്പൻഡുകളും നടപ്പാക്കി. നേരത്തെ പറഞ്ഞ പ്രായമായവർക്കും വികലാംഗർക്കുമൊക്കെ പബ്ലിക് കിച്ചണും ഫുഡ് സെക്യൂരിറ്റി സംവിധാനവും ഉണ്ടാക്കി. നീക്കൊന്ന് 2024 കാര്യമാണ് പറയുന്നതെന്ന്. പബ്ലിക് കിച്ചണും ഫുഡ് സെക്യൂരിറ്റി സംവിധാനവും ഉണ്ടാക്കി. പൊതു അടുക്കളകൾ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് പരിചയം എപ്പോഴാണ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് കാലത്താണ്. അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് 1400 കൊല്ലത്തിന്റെ അപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഒരു മോഡൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെ ഈ ഭരണാധികാരി ഉണ്ടാക്കിയെടുത്തു. വിദ്യാഭ്യാസത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു. പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ ഉമർ ഖത്താബ് പ്രോത്സാഹിപ്പിക്കുകയും അവിടെ ഇസ്ലാമിക ഖുർആനിക നിയമവിജ്ഞാനം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം വൈദ്യം, ഗണിതം, എഞ്ചിനീയറിംഗ് ഇതൊക്കെ പഠിച്ചു. ഇന്ന് 2024 നിൽക്കുമ്പോൾ പോലും നമ്മൾ ഇതിലേതെങ്കിലും ഒന്നേ പഠിക്കുള്ളൂ. നമ്മുടെ മക്കൾ പോലും ഇതിലേതെങ്കിലും ഒന്നേ പഠിക്കുള്ളൂ. എങ്കിൽ അത് പോയി പഠിക്കും, അല്ലെങ്കിൽ ഇത് പോയി പഠിക്കും. എന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു വന്നാൽ ഇതിന്റെ ഗുണമില്ലാത്ത കുറെ ആളുകൾ, അവർക്ക് സമൂഹത്തിന് എന്ത് സംഭാവന കൊടുക്കാൻ സാധിക്കും? അത് മാത്രം പഠിച്ചു വന്നാലോ? അതൊന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കൊട്ടില്ല താനും. ചിന്തിക്കണ്ടേ നമ്മൾ? എവിടെ നിന്നാണ് നമ്മൾക്ക് പാഠം കിട്ടേണ്ടതെന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ അത് ഖുർആനിക നിയമങ്ങളെ പ്രായോഗിക വിഷയങ്ങളായി സംയോജിപ്പിച്ച് പഠിപ്പിക്കുന്നിടത്തേക്ക്, പ്രായോഗിക വിഷയങ്ങളായിട്ട് ഒരു സബ്ജക്റ്റ് ആയി ചില നിയമങ്ങളെ നിയമാധിഷ്ഠിതമാക്കി പഠിപ്പിക്കുന്നിടത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയി. ഹിജ്രി കലണ്ടർ അദ്ദേഹം നടപ്പാക്കി. ഹിജ്രി കലണ്ടർ നടപ്പാക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലണ്ടറിന് വേണ്ടിയിട്ട് നടപ്പാക്കുന്നതല്ല. അത് ഇല്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് കീപ്പിങ്ങും അഡ്മിനിസ്ട്രേഷനും പ്രശ്നമാവുമെന്ന് കണ്ടിട്ട് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന വിധം ഒരു കലണ്ടറിനെ അദ്ദേഹം ഇട്ടു. മിലിറ്ററിയുടെ ഇവന്റുകൾ, സൈനിക ക്യാമ്പയിനുകൾ, നികുതി പിരിവ് ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ഭരണം വളരെ നവീകരണ പ്രക്രിയയിലൂടെ പോയി കാര്യക്ഷമതയുള്ള ഒന്നാക്കി മാറ്റി. ഇതിലൂടെ ലോകം വലിയ അത്ഭുതകരമായ വിധമുള്ള ഒരു ഗവേണൻസിന് സാക്ഷ്യം വഹിച്ചു. ഉദ്യോഗസ്ഥർ, ഗവർണർമാർ, സൈനിക നേതാക്കൾ എന്നിവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ പെരുമാറ്റം ഉമർ പതിവായി വിലയിരുത്തിക്കൊണ്ടിരുന്നു, വീക്ഷിച്ചുകൊണ്ടിരുന്നു, വിലയിരുത്തിക്കൊണ്ടിരുന്നു, ഓഡിറ്റ് ചെയ്തു. അവരുടെ സ്ഥാനം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശിക്ഷയും പിരിച്ചുവിടലും ഉറപ്പായിരുന്നു. പൗരന്മാർക്ക് പരാതികൾ ഉന്നയിക്കാൻ കഴിയുന്ന പൊതു സെഷനുകൾ ഉമർ നടത്തി. നേതൃത്വം ജനങ്ങൾക്ക് ആക്സസ് ഉള്ള, ജനങ്ങൾക്ക് വന്ന് കാണാനും മറ്റും കഴിയുന്ന ഉത്തരവാദിത്തമുള്ള വിഭാഗമാണ് എന്ന് ജനങ്ങൾക്ക് എപ്പോഴും ഉറപ്പ് നൽകി. ഉത്തരവാദിത്വത്തിനും സുതാര്യതയ്ക്കുമുള്ള ഈ ഊന്നൽ ഇസ്ലാമിക ഭരണത്തിലെ സദ്ഭരണത്തിന്റെ മുഖമുദ്രയായിട്ട് മാറുകയും പിന്നീട് ധാർമ്മിക നേതൃത്വത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഭരണാധികാരികൾ അത് ലോകത്തെമ്പാടും സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഗാന്ധിജിയെ പോലെയുള്ള അഗ്രഗണ്യരായ നിരവധി ആളുകൾ ഈ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കുകയും ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏത് ഭരണപരിഷ്കാരമാണ് 2024 ഉദ്ബുദ്ധരായ ജനത്തിന് സ്വീകരിക്കാൻ കഴിയാതെയായിട്ടുള്ളത്? അവർക്ക് തള്ളിക്കളയേണ്ടതുണ്ടാകുന്ന ഏതൊന്നാണ് അതിനകത്തുള്ളത്? നീതി നടപ്പാക്കുന്നതാണോ? പട്ടിണി ഇല്ലാതാക്കുന്നതാണോ? മനുഷ്യരെ ഒന്നായി കാണുന്നതാണോ? ഒരാട്ടിൻകുട്ടി പോലും ചത്തുപോകാൻ പാടില്ല ഭക്ഷണം കിട്ടാതെ എന്ന് വിചാരിക്കുന്നതാണോ? ഏതേത് കാര്യങ്ങളെയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത് എന്ന ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഖലീഫ, ഇനിയുള്ള 2 ഖലീഫമാരും ഇതിന്റെ തന്നെ തുടർച്ചയായ കാര്യങ്ങൾ ചെയ്യുകയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള 3-ാം ഖലീഫ
ഞാനിങ്ങനെ അടിവരയിട്ട് പറയുന്നതിനാരോ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണോ. ഇസ്ലാമിലെ ഖലീഫമാരുടെ കൂട്ടത്തിൽ അന്ത്യപ്രവാചകന് ശേഷമുള്ള മൂന്നാമത്തെ ഖലീഫ, ഇസ്ലാമിലെ മൂന്നാമത്തെ ഖലീഫ അല്ല. അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖലീഫ ഉസ്മാൻ ബിനു അഫ്ഫാൻ ഒരുപാടധികം ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കി. അത് അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനവും അത്യുന്നതവുമായി അടിസ്ഥാന സൗകര്യങ്ങളുള്ളതായിരുന്നു. രാഷ്ട്രം വികസിപ്പിക്കുന്നതിലും അതിവേഗം വളരുന്നതിനും ഒരു രാജ്യത്തിനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾക്ക് സാധിച്ചു. ഉസ്മാന്റെ പരിഷ്കാരങ്ങൾ പൊതുക്ഷേമം വർദ്ധിപ്പിക്കുന്നതിലും രാജ്യത്തുടനീളം സ്ഥിരത ഉറപ്പാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. രാഷ്ട്രം രൂപപ്പെടുത്തുന്നതിൽ ഖലീഫ ഉസ്മാൻ നിർവഹിച്ച പരിഷ്കാരങ്ങൾ ഒരു വികസിത രാജ്യത്തിന്റെ അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. അദ്ദേഹം ഖുർആനിക ആശയത്തിലും ഗുണനിലവാരത്തിലും ഭരണം ഉറപ്പുവരുത്തി. അതേസമയം അദ്ദേഹത്തിന്റെ സൈനിക വിപുലീകരണം, രാജ്യത്തിന്റെ അതിർത്തികളും സ്വാധീനവും ശക്തിപ്പെടുത്തൽ, ഭരണം, നീതി, നികുതി, ഇൻഫ്രാസ്ട്രക്ചർ, ക്ഷേമം എന്നിവയിലെ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ, ഇതെല്ലാം അദ്ദേഹം മുൻതൂക്കം നൽകിയ കാര്യങ്ങളായിരുന്നു. പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളും മറ്റ് സാമ്രാജ്യങ്ങളും ഇതൊക്കെ കോപ്പി ചെയ്യുകയും ആവർത്തിക്കുകയും ചെയ്തതായും നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ആണ് ഭരണം ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മറ്റ് പൂർവികരുടേതുപോലെ അദ്ദേഹം നീതിപൂർവമായ ഭരണം നിർവഹിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ, പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഖലീഫ അലിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ നീതി, സമഗ്രത, ഉത്തരവാദിത്വ ബോധം, അനുകമ്പ എന്നിവയെ അടിസ്ഥാനമാക്കി ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ സമീപനങ്ങളാണ് നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാ പൗരന്മാരുടെയും, ജാതി മതഭേദമന്യേയുള്ള എല്ലാ പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, ധാർമ്മിക പെരുമാറ്റത്തിന്റെ ഉയർന്ന നിലവാരം, ധാർമ്മിക തത്വങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം എന്നിവ വളരെയേറെ പുകൾപ്പെട്ട അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. അദ്ദേഹത്തിന്റെ രീതികൾ ജ്ഞാനത്തോടൊപ്പം, അറിവിനോടൊപ്പം നീതിയോടും അനുകമ്പയോടും കൂടി നയിക്കാൻ, ഭരണത്തെ നയിക്കാൻ അദ്ദേഹത്തിന്റെ ഒരുക്കം അത് വളരെ പ്രചോദിതമായ ഒന്നായിരുന്നു. പിന്നീട് ഇസ്ലാമിന്റെ ഖിലാഫത്ത് സംവിധാനത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. അത് ഇന്ന് പറയാൻ നിന്നാൽ അത് മറ്റൊരു 2 മണിക്കൂർ സമയമായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഇടക്കാലത്ത് വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി കൂടി, ഒരു ഖലീഫ കൂടി വരുന്നു. ആ ഭരണാധികാരിയുടെ കാലത്ത് ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു സംഭവം ഉണ്ടായി. അതെന്താന്ന് ചോദിച്ചാൽ, സക്കാത്ത് വാങ്ങാൻ നാട്ടിൽ ആളില്ല എന്ന അവസ്ഥ വന്നു. സക്കാത്തിന്റെ ചില അവകാശികളൊക്കെ ഉണ്ടല്ലോ, അവരാളില്ല. എന്താ ആളില്ലാതാകുന്നത്? ക്ഷേമരാഷ്ട്രമായിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇത് കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ചെണ്ടകുട്ടി അന്നത്തെ രീതി അനുസരിച്ച് വിളംബരം ചെയ്തു. കാടുകളിലൂടെ, മലമ്പ്രദേശങ്ങളിലൂടെ, ഗിരിമാർഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു. ആരും വന്നില്ല. ക്ഷേമസമ്പുഷ്ടമായിരിക്കുന്നു. നോക്കൂ, രാജ്യം ക്ഷേമസമ്പുഷ്ടമായി എന്ന് മാത്രമല്ല കേട്ടോ, മനുഷ്യരും സംസ്കാര സമ്പുഷ്ടമായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. എന്താ കാര്യം എന്നറിയാവോ? നമ്മുടെ മഹലിൽ നിന്ന് എല്ലാവർക്കും സക്കാത്തിൽ 1000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകളൊന്നും അധികം വന്നു ചേർന്നോളണം എന്നുണ്ടാവില്ല. കുറച്ചൊക്കെ ആളുകൾ വരും, ബാക്കി ആളുകൾ വരില്ല. അപ്പോ എല്ലാവർക്കും ഒരു 10,000 വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തിനേക്കാൾ കുറച്ചുകൂടെ ആളുകൾ വരും. പിന്നെ മഹലിൽ നിന്ന് എല്ലാവർക്കും 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിചാരിക്കുക. മിക്കവാറും മഹലിലെ എല്ലാ വീട്ടിലെ ആളുകളും ക്യൂവിലുണ്ടാവും. ഇവിടെ വേണമെങ്കിൽ ആ സക്കാത്ത് ഫണ്ടിന്റെ മുഴുവൻ ഫണ്ടും ഒരാൾ വന്നാൽ ആവശ്യമെങ്കിൽ കിട്ടുമായിരുന്നു. എന്നിട്ടും ആരും വന്നില്ല. എന്താ കാര്യം?
സംസ്കാര സമ്പന്നത നേടിയിരുന്നു എന്നുള്ളതാണ്. വാങ്ങണമെങ്കിലേ വാങ്ങാവൂ എന്ന സംസ്കാര സമ്പന്നത കൂടെ വളർത്തിയെടുത്തിരുന്ന ഒരു ഭരണാധികാരി. ഇതിലേതു ഭരണാധികാരിയുടെ ഭരണപരിഷ്കാരങ്ങളും രീതികളുമാണ് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാണ് 2024 സ്വീകരിക്കാൻ പറ്റാത്തത്? ഏതേത് അനുഗ്രഹങ്ങളെയാണ് തള്ളിപ്പറയുക? ഏതേത് നല്ല കാര്യങ്ങളെയാണ് നിങ്ങൾ മറച്ചു വെക്കുക? ഏതൊന്നിനെയാണ് നിങ്ങൾ പഴി പറയുന്നത്? ഈ ലോകം കഷ്ടതയിലാണ്. പ്രതിദിനം 40,000-ത്തിലധികം വരുന്ന പിഞ്ചുമക്കൾ പട്ടിണി കൊണ്ട് മരണമടയുന്ന നാടാണ്. മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണക്കുകൾ കയ്യും കണക്കുമില്ലാത്ത ആളുകൾ യുദ്ധം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന നാടാണ്, ലോകമാണ്. ഇവിടെ വരേണ്ടതുണ്ട് ഖലീഫമാരുടെ നീതിബോധമുള്ള ഭരണാധികാരികൾ. ഇവിടെ വരേണ്ടതുണ്ട് പട്ടിണി കിടക്കുമ്പോൾ അത് ആട്ടിൻകുട്ടിയാണെങ്കിലും ഞാൻ എൻ്റെ നാഥനോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന ഭരണാധികാരികൾ. ഇവിടെ വരേണ്ടതുണ്ട് റബ്ബിന്റെ, പ്രപഞ്ചനാഥിന്റെ, സൃഷ്ടാവിന്റെ പ്രതിനിധികളായി നിന്നുകൊണ്ട് മനുഷ്യരെ പാർട്ടിയുടെയോ ലിംഗത്തിന്റെയോ രാജ്യത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നിന്റെയും പേരിലല്ലാതെ ഏകോദര സഹോദരങ്ങളായി കാണുന്ന, മനുഷ്യരെ ഒന്നായി കാണുന്ന ഭരണാധികാരികൾ ഇവിടെ വരേണ്ടതുണ്ട്. അതാണ് ഖലീഫമാരുടെ ഭരണം. ആ ഭരണത്തിലേക്ക് തിരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ സർവ്വ പിന്തുണയും അതിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.